ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് നോക്കേണ്ടത് ജി എസ് ടിന്റെ ബേസ് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ ഇന്ന് ഫസ്റ്റ് ക്ലാസ് നമുക്ക് ജി എസ് ടിന്റെ ബേസ് ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ ജി എസ് ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. എല്ലാവർക്കും അറിയാം, ഫുൾ ഫോം അതാണ് ജി എസ് ടി. ഈ ജി എസ് ടി എന്ന് പറയുന്ന ഈ ഒരു ഇൻഡയറക്ട് ടാക്സ് നമ്മുടെ ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ആയത് 2017 ജൂലൈ 1 മുതലാണ്. ഓക്കെ, 2017 ജൂലൈ 1 നമ്മുടെ ഇന്ത്യയിലെ ജി എസ് ടി എന്ന് പറയുന്ന ഈ ഇൻഡയറക്ട് ടാക്സ് സിസ്റ്റം ഇംപ്ലിമെന്റ് ആയത്. ഇപ്പോ 3 വർഷം കംപ്ലീറ്റ് ചെയ്തു. കഴിഞ്ഞ ജൂലൈ മാസം 1 3 വർഷം കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോ ഈ ജി എസ് ടിന്റെ പ്രത്യേകത, ജി എസ് ടി ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ആയ അന്ന് മുതൽ ഇപ്പൊ 3 വർഷമായി ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. ആദ്യം എന്തായിരുന്നു, അതായത് ജി എസ് ടിയിൽ എന്ത് കൊണ്ടുവരണം എന്നായിരുന്നു അതോറിറ്റി പ്ലാൻ ചെയ്തേ? ശരിക്കും എന്താണ് നടന്നത് ആ ജൂലൈ 17 ആ സമയത്ത്? പിന്നീട് എന്തൊക്കെ നടന്നു ജി എസ് ടിയിൽ? ഇപ്പോ ജി എസ് ടിയുടെ അവസ്ഥ എന്താണ്? ഇനി വരാൻ വേണ്ടി പോകുന്ന ജി എസ് ടിന്റെ അവസ്ഥ എന്താണ്? ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്യും. ഓക്കെ, പക്ഷെ ആ ഒരു അഡ്വാൻസ് ആയ ഒരു ഏരിയ അതിലേക്ക് കയറണമെങ്കിൽ നമുക്ക് ബേസ് വേണം. ഓക്കെ, സോ നമുക്ക് ബേസ് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ ജി എസ് ടി 17 ജൂലൈ 1 മുതൽ ഇംപ്ലിമെന്റ് ചെയ്തു. നമുക്ക് അതിനു മുമ്പ് 17 ജൂലൈ 1 അതിനു മുമ്പ് നമ്മുടെ ഇന്ത്യയിലെ എന്തായിരുന്നു അവസ്ഥ, ഈ ഒരു ഇൻഡയറക്ട് ടാക്സിന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ പല വ്യത്യസ്തമായ ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. നമുക്കറിയാം ഡെയിലി ഒരുപാട് വ്യത്യസ്തമായ ട്രാൻസാക്ഷൻസ്, ഇടപാടുകൾ, ഈവന്റ്സ് എന്ന് പറയാം അല്ലെ, ബിസിനസ് ഈവന്റ് അല്ലെ. ബിസിനസ്സിൽ ഒരുപാട് വ്യത്യസ്തമായ ഈവന്റ് നടക്കും. എന്തൊക്കെയാ? ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു, ആ ഗുഡ്സ് സെയിൽ ചെയ്യുന്നു അല്ലെ. ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു, ആ പർച്ചേസ് നടത്തിയ ഗുഡ്സ് സെയിൽ ചെയ്യുന്നു. ആ രണ്ട് ഈവന്റുകളെ നമുക്ക് ഒറ്റ ടേമിൽ വിളിക്കാം വേണമെങ്കിൽ. എന്താ? ട്രേഡിംഗ് അല്ലെ. ട്രേഡിംഗ് ഓഫ് ഗുഡ്സ്, കച്ചവടം. പർച്ചേസ് ചെയ്ത് സെയിൽ ചെയ്യുന്നു, അതല്ലേ കച്ചവടം, ട്രേഡിങ്. അപ്പൊ ട്രേഡിംഗ് ഓഫ് ഗുഡ്സ് അതെന്താണ്? ഒരു ബിസിനസ് സ്ഥാപനത്തിലെ പ്രധാനപ്പെട്ട ഒരു ഈവന്റ് ആണ്, ബിസിനസ് ഈവന്റ് ആണ് ഗുഡ്സിന്റെ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ. അതുപോലെ മറ്റൊരു ഈവന്റ് ആണ് എന്താ? സർവീസ് പ്രൊവൈഡ് ചെയ്യുക അല്ലെ. സർവീസ് സ്ഥാപനമാണെങ്കിൽ സ്കൂള്, കോളേജ്, ഹോസ്പിറ്റൽ, കോൺട്രാക്ടേഴ്സ് അല്ലെ, അവർക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യും. ക്ലിയർ? അതൊക്കെ എന്താണ്? അത് മറ്റൊരു ബിസിനസ്സിലെ ഈവന്റ് ആണ്. അതുപോലെ മറ്റൊരു ഈവന്റ് ഉണ്ട്, എന്താ? ഗുഡ്സ് മാനുഫാക്ചറിങ്, പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് അല്ലെ. മാനുഫാക്ചറിങ് ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ അതും എന്താണ്? അതും മറ്റൊരു ടൈപ്പ് ഓഫ് ബിസിനസ് ഈവന്റ് ആണ്. ഇനിയുമുണ്ട്, നമ്മൾ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്നു അല്ലെ. ഗുഡ്സ് പർച്ചേസ് ഫ്രം അതർ കൺട്രി, മറ്റൊരു രാജ്യത്ത് നിന്ന് പർച്ചേസ് ചെയ്യുന്നു, വിളിക്കാം എന്താ? ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ്. ഇങ്ങനെ പല വ്യത്യസ്ത തരത്തിലുള്ള ബിസിനസ് ഈവന്റുകൾ നമുക്കറിയാം. ഓക്കെ, എന്നാൽ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഈ പറഞ്ഞ വ്യത്യസ്തമായ ബിസിനസ് ഈവന്റുകൾക്കെല്ലാം ടാക്സ് ചാർജ് ചെയ്യും. ഈ പറഞ്ഞ എല്ലാ ബിസിനസ് ഈവന്റുകൾക്കും ടാക്സ് ചാർജ് ചെയ്യും. ക്ലിയർ? ഇൻഡയറക്ട് ടാക്സ് ചാർജ് ചെയ്യും. അപ്പോ ഓരോ ബിസിനസ് ഈവന്റിനും ഓരോ ടാക്സ് ആണ്, എല്ലാത്തിനും കൂടെ ഒറ്റ ടാക്സ് അല്ല. ഞാനിപ്പോ പറയുന്ന പോയിന്റ് 17 ജൂലൈ 1 ജി എസ് ടി ഇംപ്ലിമെന്റ് ആവുന്നതിന് മുമ്പത്തെ അവസ്ഥ. ഓക്കെ, ഈ പറഞ്ഞ ഓരോ ബിസിനസ് ഈവന്റുകൾക്കും ഓരോ ടാക്സ് ചാർജ് ചെയ്യും. ആ ടാക്സ് ആ പ്രവൃത്തി, ആ ഈവന്റ് നടത്തുന്ന വ്യക്തി, ആ ബിസിനസ്സുകാരൻ ആ പ്രവൃത്തി നടത്തി അതിൽ നിന്നും ആ ടാക്സ് ഗവൺമെന്റിന് പേയ്മെന്റ് ചെയ്യണം. റൂള്. അപ്പോ ആ പറഞ്ഞ എല്ലാ ബിസിനസ് ഈവന്റുകളും എന്താണ്? അത് ഓരോ ഈവന്റിനും ടാക്സ് ചാർജ് ചെയ്യും.
അതുകൊണ്ട് നമുക്ക് ആ പറഞ്ഞ ഈവന്റുകളെ മറ്റൊരു പേരിൽ വിളിക്കാം. ബിസിനസ് ഈവന്റുകളെ മറ്റൊരു പേരിൽ വിളിക്കാം. അതെല്ലാം ടാക്സബിൾ ഈവന്റുകളാണ്. ടാക്സബിൾ ഈവന്റുകളാണ്. ക്ലിയർ? അപ്പോ ആ പറഞ്ഞ ബിസിനസ് ഈവന്റുകളൊക്കെ ടാക്സബിൾ ഈവന്റ് ആണെന്നും വിളിക്കാം. ട്രേഡിംഗ് ഓഫ് ഗുഡ്സ് ഇസ് എ ടാക്സബിൾ ഈവന്റ് ഇൻ ദ ബിസിനസ്. സർവീസ് പ്രൊവൈഡിംഗ് ഇസ് ഓൾസോ ടാക്സബിൾ ഈവന്റ്. ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുന്നു, ഇറ്റ്സ് എ ടാക്സബിൾ ഈവന്റ്. ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്നു ഫ്രം അതർ കൺട്രി, ഇറ്റ്സ് എ ടാക്സബിൾ ഈവന്റ്. ഇതെല്ലാം വ്യത്യസ്തമായ ഓരോ ടാക്സബിൾ ഈവന്റ് ആണ്. ഇതൊക്കെ ടാക്സബിൾ ഈവന്റ് ആണ്. ഇനി എന്താ പഠിക്കേണ്ടത്? ആ ഓരോ ടാക്സബിൾ ഈവന്റിനും ഏത് ടാക്സ് ആണ് ചാർജ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? 2017 ജൂലൈ 1 GST വന്നു. അതിനു മുമ്പ് ഈ പറഞ്ഞ ഓരോ ടാക്സബിൾ ഈവന്റിനും ഓരോ വ്യത്യസ്തമായ ടാക്സ് ആയിരുന്നു ചാർജ് ചെയ്തത്. ഫോർ എക്സാമ്പിൾ, ട്രേഡിംഗ് ഓഫ് ഗുഡ്സ്, ഗുഡ്സ് പർച്ചേസ് ആൻഡ് സെയില്, ആ ട്രേഡിംഗ് ഓഫ് ഗുഡ്സ് എന്ന് പറയുന്ന ടാക്സബിൾ ഈവന്റ് നടക്കുമ്പോൾ നമ്മൾ ചാർജ് ചെയ്ത ടാക്സ് ആയിരുന്നു, വാറ്റ്, VAT, വാല്യൂ ആഡഡ് ടാക്സ്. ഈ വാറ്റ് എന്ന് പറയുന്ന ഇൻഡയറക്ട് ടാക്സ് ആയിരുന്നു കച്ചവട സമയത്ത് ട്രേഡിംഗ് ഓഫ് ഗുഡ്സ് അവിടെ ചാർജ് ചെയ്ത ഇൻഡയറക്ട് ടാക്സ് ആയിരുന്നു. അതുപോലെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ടാക്സബിൾ ഈവന്റ് ആ സമയത്ത് ചാർജ് ചെയ്ത ടാക്സ് ആയിരുന്നു സർവീസ് ടാക്സ്. ക്ലിയർ? സർവീസ് ടാക്സ്. അതുപോലെ ഗുഡ്സിന്റെ മാനുഫാക്ചറിങ് അല്ലെ, ഗുഡ്സിന്റെ മാനുഫാക്ചറിങ് ആ സമയത്ത് ചാർജ് ടാക്സ് ആയിരുന്നു എക്സൈസ്, സെൻട്രൽ എക്സൈസ് ടാക്സ്, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി ഓർ ടാക്സ്. മറ്റൊരു ഈവന്റ് ഏതാ? ടാക്സബിൾ ഈവന്റ് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്നു. ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്ന ടാക്സബിൾ ഈവന്റ് നടക്കുമ്പോൾ ചാർജ് ടാക്സ് ആയിരുന്നു കസ്റ്റംസ് ഡ്യൂട്ടി. ഓക്കെ, അപ്പോ ട്രേഡിംഗ് ഓഫ് ഗുഡ്സ് വാറ്റ്, സർവീസ് പ്രൊവൈഡിങ് സർവീസ് ടാക്സ്, അതുപോലെ ഗുഡ്സ് മാനുഫാക്ചറിങ് സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, ഗുഡ്സ് ഇമ്പോർട്ടിങ് കസ്റ്റംസ് ഡ്യൂട്ടി. എന്ന് പറഞ്ഞാൽ മുമ്പുണ്ടായിരുന്ന എല്ലാ ടാക്സബിൾ ഈവന്റിനും ഓരോ ടാക്സബിൾ ഈവന്റിനും ഓരോ വ്യത്യസ്തമായ ടാക്സ് ആയിരുന്നു ചാർജ് ചെയ്തത് 17 ജൂലൈ 1 മുമ്പ്. ഓക്കെ, ക്ലിയർ? എന്നാൽ ഈ 17 ജൂലൈ 1 എന്ത് സംഭവിച്ചു? 17 ജൂലൈ 1 2017 ജൂലൈ 1 ഇവിടെ ഉണ്ടായിരുന്ന ഈ പറഞ്ഞ ടാക്സബിൾ ഈവന്റുകളില്ലേ, ഏതൊക്കെയാ? ട്രേഡിംഗ് ഓഫ് ഗുഡ്സും സർവീസ് പ്രൊവൈഡിങ്ങും ഗുഡ്സിന്റെ മാനുഫാക്ചറിങ്ങും ഗുഡ്സ് ഇമ്പോർട്ടിങ്ങും ഈ പറഞ്ഞ എല്ലാ ടാക്സബിൾ ഈവന്റുകളും എന്ത് ചെയ്തു? ഒരൊറ്റ പേരായി മാറി, ഒരൊറ്റ പേരിൽ ഒതുങ്ങി. ഇവിടെ ഉണ്ടായിരുന്ന ഈ വ്യത്യസ്തമായ ടാക്സ് അല്ല കേട്ടോ, ടാക്സബിൾ ഈവന്റുകൾ. ഓക്കെ, ടാക്സബിൾ ഈവന്റുകളൊക്കെ എന്ത് ചെയ്തു? ഒരൊറ്റ പേരായി മാറി. ആ പേരാണ് സപ്ലൈ. ഓക്കെ, SUPPLY, സപ്ലൈ. സപ്ലൈ എന്ന ഒരൊറ്റ ടേമിൽ ഒതുങ്ങി. ഏതാ? ട്രേഡിംഗ് ഓഫ് ഗുഡ്സും സർവീസ് പ്രൊവൈഡിങ്ങും ഗുഡ്സിന്റെ മാനുഫാക്ചറിങ്ങും ഗുഡ്സിന്റെ ഇമ്പോർട്ടിങ്ങും അങ്ങനെയുള്ള എല്ലാ ടാക്സബിൾ ഈവന്റുകളും ഒരൊറ്റ പേരിൽ ഒതുങ്ങി. ആ പേരാണ് സപ്ലൈ. എന്ന് പറഞ്ഞാൽ 17 ജൂലൈ 1 മുതൽ നമുക്ക് ബിസിനസ് സ്ഥാപനത്തിലെ ടാക്സബിൾ ഈവന്റുകളെയൊക്കെ വിളിക്കുന്ന പേരെന്താ? സപ്ലൈ. ട്രേഡിംഗ് ഗുഡ്സ് ആയാലും സപ്ലൈ. സപ്ലൈ എന്ന ടൈമിൽ എല്ലാം ഉണ്ട്. സപ്ലൈ എന്ന ടൈമിൽ മാനുഫാക്ചറിങ് ഉണ്ട്, സപ്ലൈ എന്ന ടൈമിൽ ഇമ്പോർട്ടിംഗ് ഉണ്ട്, സപ്ലൈ എന്ന ടൈമിൽ എക്സ്പോർട്ടിംഗ് ഉണ്ട്, സപ്ലൈ എന്ന ടൈമിൽ സർവീസ് പ്രൊവൈഡിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. സോ ടാക്സബിൾ ഈവന്റ് ഫ്രം 17 ജൂലൈ 1 നമുക്ക് വിളിക്കാം ദ ടേം സപ്ലൈ. ഓക്കെ, അപ്പോ ആ 17 ജൂലൈ 1 അന്ന് വരെ ഉണ്ടായിരുന്ന ആ വ്യത്യസ്തമായ ടാക്സബിൾ ഈവന്റുകളൊക്കെ സപ്ലൈ എന്നൊരു പേരിൽ ഒതുങ്ങിയെങ്കിൽ അന്ന് ആ വ്യത്യസ്തമായ ടാക്സബിൾ ഈവന്റിന്റെ അണ്ടറിൽ ഉണ്ടായിരുന്ന ആ ടാക്സുകളോ, വാറ്റും സർവീസ് ടാക്സും എക്സൈസും കസ്റ്റംസും അതൊക്കെ ഇവിടെ പോയി. അതും എന്ത് ചെയ്തു? ഒരൊറ്റ പേരായി മാറി, ഒരൊറ്റ ടാക്സ് ആയി മാറി. ക്ലിയർ? ആ ടാക്സിന്റെ പേരാണ് GST. ഓക്കെ, അപ്പോ
17 ജൂലൈ 1 അതിനു മുമ്പ് വ്യത്യസ്തമായ ഒരുപാട് ടാക്സബിൾ ഈവന്റുകളും ഓരോ ടാക്സബിൾ ഈവന്റിനും ഓരോ ടാക്സുമായിരുന്നു നമ്മൾ പറഞ്ഞു അല്ലേ. എന്നാൽ 17 ജൂലൈ 1 ആ ഉണ്ടായിരുന്ന എല്ലാ ടാക്സബിൾ ഈവന്റുകളും ഒരൊറ്റ ഈവന്റായി മാറി, പേര് സപ്ലൈ. ഓരോ ഈവന്റിന്റെ അണ്ടറിലും ഉണ്ടായിരുന്ന ആ വ്യത്യസ്തമായ ടാക്സുകളൊക്കെ എന്ത് ചെയ്തു, ഒരൊറ്റ ടാക്സ് ആയി മാറി, പേരെന്താ, GST, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, GST. ഓക്കെ, സോ നമുക്ക് പറയാം 17 ജൂലൈ 1 മുതൽ നമുക്ക് നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ ഒരൊറ്റ ടാക്സബിൾ ഇവന്റേ ഉള്ളൂ, പേരെന്താ, സപ്ലൈ. ഒരൊറ്റ ടാക്സേ ഉള്ളൂ, പേരെന്താ, GST. ഓക്കെ, സപ്ലൈ നടന്നാൽ GST ചാർജ് ചെയ്യുക. ഒരൊറ്റ ഈവന്റും ഒരൊറ്റ ടാക്സബിൾ ഇവന്റും അതിന്റെ അണ്ടറിൽ ഒരൊറ്റ ടാക്സും. സപ്ലൈ ടാക്സബിൾ ഇവന്റ്, അതിന്റെ അണ്ടറിൽ ടാക്സ് GST. ഓക്കെ, അപ്പൊ നമ്മൾ 17 ജൂലൈ 1 ഇവിടെ എത്തി, ഈ രണ്ട് ടേമിലേക്ക് എത്തിച്ചേർന്നു അല്ലെ. ഓക്കെ, നമുക്കിനി ഇവിടെ നിന്ന് പോകണം കേട്ടോ. ഞാൻ 17 ജൂലൈ 1 എന്ന ടൈം പറയാൻ കാരണം അവിടെ നിന്നാണ് യാത്ര ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ. അപ്പൊ നമുക്ക് ഇപ്പോഴും ആ യാത്ര തുടങ്ങിയിട്ടില്ല, നമുക്ക് ഇനിയും കുറച്ചും കൂടെ ബേസ് അറിയാനുണ്ട്. ആ ബേസും കൂടെ അറിഞ്ഞ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ആ യാത്ര സ്റ്റാർട്ട് ചെയ്യാം. ഒരു 3 വർഷത്തെ യാത്ര, ഒരുപാട് അതിൽ പറയാനുണ്ട്. ഓക്കെ, അപ്പോ എന്താണ് ഇനി നമുക്ക് പഠിക്കേണ്ടത്, നമ്മൾ എത്തിച്ചേർന്ന ആ രണ്ട് ടേമില്ലേ, സപ്ലൈ ദെൻ GST, ആ രണ്ട് ടേമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അങ്ങോട്ട്. ഓക്കെ, ആദ്യം സപ്ലൈ. സപ്ലൈ നമുക്ക് രണ്ടായി ഡിവൈഡ് ചെയ്യാം. ഓക്കെ, സപ്ലൈ നമുക്ക് രണ്ടായി ഡിവൈഡ് ചെയ്യാം. സപ്ലൈ 2 ടൈപ്പ് ആണ്. ഒന്ന് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ. ഇൻട്രാ INTRA, ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ സ്റ്റേറ്റിനകത്ത്, ക്ലിയർ, സെല്ലറും ബയ്യറും വിതിൻ ദ സ്റ്റേറ്റ്. കേരളത്തിനകത്താണ് സെല്ലറും കേരളത്തിലാണ് ബയ്യറും എങ്കിൽ ആ സപ്ലൈ വിളിക്കാം എന്ത്, ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ. ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ, ഇൻട്രാ സ്റ്റേറ്റ് ഓർ ലോക്കൽ സപ്ലൈ, ലോക്കൽ സപ്ലൈ എന്ന് പറയാം. ഇൻട്രാ സ്റ്റേറ്റ് ഓർ ലോക്കൽ സപ്ലൈ അങ്ങനെയും പറയാം. എന്ന് പറയാൻ എന്താ, വിതിൻ ദ സ്റ്റേറ്റ് സപ്ലൈ. നമ്മുടെ സ്റ്റേറ്റ് കേരളമാണ്, കേരളത്തിനകത്താണ് സെല്ലറും ബയ്യറും, ക്ലിയർ, എങ്കിൽ ആ സപ്ലൈ വിളിക്കാം ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ഓർ ലോക്കൽ സപ്ലൈ. രണ്ടാമത്തെ ടൈപ്പ് സപ്ലൈ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ, INTER, ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ അവിടെ മനസ്സിലാക്കേണ്ടത്, ഇന്റർ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ രണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ അങ്ങനെ അല്ല എടുക്കേണ്ടത്. ഇന്റർ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് പുറത്തേക്ക്, അതാ മീൻ ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് കർണാടകയ്ക്ക്, ഇപ്പൊ കേരളത്തിൽ സെല്ലറാണ്, കർണാടകയിൽ ബയ്യറാണ്, കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് സെയിൽ നടത്തിയാൽ അതെന്താണ്, ഇന്റർ സ്റ്റേറ്റ് ആണ്. എന്നാൽ കേരളത്തിൽ നിന്ന് അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു, മീൻസ് സെയിൽ ടു അമേരിക്ക അല്ലെ, വേറെ കൺട്രിയാണ് കസ്റ്റമർ, അതും എന്താണ്, ഇന്റർ സ്റ്റേറ്റ് ആണ്. ക്ലിയർ, അത് മെയിൻ ചെയ്യേണ്ടത് രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലുള്ള സപ്ലൈ എന്നല്ല, നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് പുറത്തേക്കുള്ള സപ്ലൈ. അപ്പോൾ അത് വേറെ സ്റ്റേറ്റിലേക്കും ആകാം, വേറെ കൺട്രിയിലേക്കും ആകാം. ക്ലിയർ, സോ മറ്റൊരു സ്റ്റേറ്റിലേക്കുള്ള സെയിലും സപ്ലൈയും അല്ലെങ്കിൽ മറ്റൊരു കൺട്രിയിലേക്കുള്ള എക്സ്പോർട്ടും, അതിനെ നമുക്ക് വിളിക്കാം ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ. ക്ലിയർ, GSTയിലെ ഇന്റർ സ്റ്റേറ്റിനെ മീൻ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് പുറത്തേക്കുള്ളത്, അത് വേറെ സ്റ്റേറ്റിലേക്കും ആകാം, വേറെ കൺട്രിയിലേക്കും ആകാം. ക്ലിയർ, ഓക്കെ. ഈ നിസ്സാരമായ രണ്ട് ടേമേ ഉള്ളൂ GSTയിലെ സപ്ലൈ എന്ന് പറയുമ്പോൾ, ഇൻട്രാ സ്റ്റേറ്റും ഇന്റർ സ്റ്റേറ്റും. ഓക്കെ, ക്ലിയർ, ഇൻട്രാ സ്റ്റേറ്റും ആൻഡ് ഇന്റർ സ്റ്റേറ്റും. ക്ലിയർ. ഇനി നെക്സ്റ്റ് നമ്മൾ ടേം ഏതാ, GST നമുക്ക് മൂന്നായി ഡിവൈഡ് ചെയ്യാം. 3 ടൈപ്പ് ഓഫ് GST ആണ്. 3 ടൈപ്പ് ഓഫ് GST ആണ്. 3 തരം GST ഉണ്ട്. ഓക്കെ, 3 ടൈപ്പ് ഓഫ് GST ആണ്.
മൂന്ന് തരം GST ഉണ്ട്. ഒന്ന് CGST. CGST. CGST മീൻസ് എന്താ? സെൻട്രൽ GST. CGST സെൻട്രൽ GST. നമുക്കിതൊക്കെ കേട്ട് പരിചയം ഉണ്ടാകും. ഓക്കെ, ബേസ് അറിയാത്തവർക്കും കേട്ട് പരിചയം ഉണ്ടാകും. ഒന്ന് CGST. രണ്ട് SGST. SGST. SGST means S for state GST. State GST. അപ്പോൾ ഒന്ന് CGST സെൻട്രൽ GST. രണ്ട് SGST സ്റ്റേറ്റ് GST. ഓക്കെ, ലാസ്റ്റ് മൂന്നാമത്തെ എന്താണ്? IGST. IGST means integrated GST. ഇന്റഗ്രേഷൻ, സംയോജനം, ഇന്റഗ്രേഷൻ, integrated GST. integrated GST. അപ്പോ ഈ മൂന്ന് ടൈപ്പ് കേട്ടോ. ഏതൊക്കെയാ? CGST സെൻട്രൽ GST, SGST സ്റ്റേറ്റ് GST ആൻഡ് IGST ഇന്റഗ്രേറ്റഡ് GST. ഈ മൂന്ന് ടൈപ്പ് GST നമുക്ക് ഉള്ളൂ പഠിക്കാൻ. ഓക്കെ, അപ്പോ രണ്ട് ടേം ഏതൊക്കെയായിരുന്നു? സപ്ലൈയും GSTയും. സപ്ലൈ വി ക്യാൻ ഡിവൈഡ് ഇൻടു ടു അല്ലെ, ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ ആൻഡ് ഇന്റർസ്റ്റേറ്റ് സപ്ലൈ. GST മൂന്നാ ഡിവൈഡ് ചെയ്യാം, CGST, SGST ആൻഡ് IGST. ക്ലിയർ അല്ലേ? ഓക്കെ, ക്ലിയർ. ഓക്കെ, ഞാൻ പറയുമ്പോ എന്റെ സ്പീഡ് കൂടുന്നുണ്ട് എന്ന ചിന്ത വരുന്നുണ്ടെങ്കിൽ ചാറ്റിൽ വന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ക്ലിയർ. ഓക്കെ, അപ്പോ ക്ലിയർ. അപ്പൊ നമുക്ക് ഇനി നോക്കേണ്ടത് അതിന്റെ ആപ്ലിക്കേഷൻ ആണ്. അതായത് നമുക്കറിയാം ബിസിനസ് അല്ലെ, സെല്ലർ ആണ് എന്ത് ചെയ്യുന്നത്? സെയിൽ ചെയ്യുമ്പോൾ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും? GST കളക്ട് ചെയ്യും അല്ലെ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാനിപ്പോ ഒരു സെല്ലറാണ്. ഓക്കെ, ഞാൻ സെല്ലറാണ്. ഞാൻ ഈ ഒരു മൊബൈൽ ഷോപ്പ് നടത്തുന്ന സെല്ലറാണ് ഞാൻ. ഇപ്പൊ മൊബൈലാണ് ഞാൻ സെയിൽ ചെയ്യുന്നത്. ഈ മൊബൈലിന്റെ പ്രൈസ്, സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുമ്പോ ഒരു 1000 രൂപ, 1000. ഓക്കെ, അപ്പോ ഈ ഒരു മൊബൈൽ ഫോൺ ഞാൻ സെയിൽ ചെയ്യുന്നു. ഈ മൊബൈൽ ഫോൺ സെയിൽ ചെയ്യുമ്പോൾ 1000 രൂപയാണ് എന്റെ പ്രൈസ്. ഈ 1000 രൂപ എന്ന് പറയുമ്പോൾ കോസ്റ്റ് ആണ്, കോസ്റ്റും പ്രോഫിറ്റും ആണ്. ഓക്കെ, എന്റെ സെല്ലിംഗ് പ്രൈസ്. അപ്പോ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ സെയിൽ ചെയ്യുമ്പോൾ ആസ് എ സെല്ലർ ഞാൻ എന്ത് ചെയ്യണം? അതിന്റെ കൂടെ GST കൂടെ ചാർജ് ചെയ്യണം. ക്ലിയർ? സെല്ലർ പ്രോഡക്റ്റ് സെയിൽ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ എന്ത് ചെയ്യുക? GST കൂടെ ചാർജ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, GST പല വ്യത്യസ്ത റേറ്റ് ഓഫ് ടാക്സ് ഉണ്ട്, അതൊക്കെ പിന്നെ പഠിക്കണം ഡീറ്റെയിൽ ആയിട്ട്. ഫോർ എക്സാമ്പിൾ, ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് റേറ്റ് ഓഫ് ടാക്സ് 5 എടുക്കാം. ഓക്കെ, 5 ആണെങ്കിൽ ഞാൻ ഇത് കസ്റ്റമർക്ക് സെയിൽ ചെയ്യുമ്പോൾ ഈ 1000ന്റെ 5 അല്ലെ, 5% കൂടെ എന്ത് ചെയ്യും? ചാർജ് ചെയ്യും GST ആയിട്ട്. അപ്പൊ എത്ര കിട്ടും? 50 രൂപ അല്ലെ. 1000ന്റെ 5 50 രൂപ. അപ്പോ ഈ 1000 രൂപയുടെ പ്രോഡക്റ്റ് കസ്റ്റമർക്ക് സെയിൽ ചെയ്യുന്നു. അപ്പോ ഞാൻ 5% GST കൂടെ ചാർജ് ചെയ്യുന്നു, 50 രൂപ. അപ്പോ 1000 പ്ലസ് 50, 1000 രൂപയെ വിളിക്കാം ടാക്സബിൾ വാല്യൂ, 50 രൂപയെ വിളിക്കാം GST ടാക്സ്. അപ്പൊ ടോട്ടൽ ഇൻവോയ്സ് വാല്യൂ 1050. അപ്പൊ ഈ 1050 രൂപയ്ക്കാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? കസ്റ്റമർക്ക് സെയിൽ ചെയ്യുന്നത് ഈ പ്രോഡക്റ്റ്. കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ഞാൻ 1050 രൂപ കളക്ട് ചെയ്യും. ശരിയല്ലേ? ഞാൻ 1050 രൂപ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ഞാൻ കളക്ട് ചെയ്യും. ക്ലിയർ? അപ്പോ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഞാൻ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത 1050 രൂപ എന്റെ ഇൻകം ആണോ? എന്റെ ഇൻകം അല്ല. 1000 രൂപ മാത്രമാണ് എന്റെ ഇൻകം അല്ലെ. 50 രൂപ എന്റെ ഇൻകം അല്ല.
അത് ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം ഗവൺമെന്റിന് വേണ്ടിയിട്ട് ആസ് എ സെല്ലർ എന്റെ ഉത്തരവാദിത്വമാണ് സെയിൽ ചെയ്യുമ്പോൾ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്ത് ഗവൺമെന്റിന് കൊടുക്കേണ്ടത് എന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, കടമയാണ്. സോ ഈ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ഞാൻ കളക്ട് ചെയ്ത 1050 രൂപയിൽ 50 രൂപ എന്താണ്? GST ആണ്. 1000 രൂപ എന്റെ ഇൻകം. സോ ആ 1000 രൂപ എന്റെ ഇൻകം എനിക്ക് എന്റെ പോക്കറ്റിൽ വെക്കാം. 50 രൂപ GST ഞാൻ എന്ത് ചെയ്യണം? പേയബിൾ ടു ഗവൺമെന്റ്. ഞാൻ ഗവൺമെന്റിന് കൊടുക്കാനുള്ള ലൈബിലിറ്റി ആണ്. ക്ലിയർ അല്ലേ? അപ്പോ 1000 രൂപ എന്റെ ഇൻകം, 50 രൂപ ലൈബിലിറ്റി, ബാധ്യത. എനിക്ക് ഗവൺമെന്റിന് കൊടുക്കാനുള്ള ലൈബിലിറ്റി ആണ് 50 രൂപ എന്ന് പറയുമ്പോ. ക്ലിയർ? ഓക്കെ. അപ്പോ അവിടെ മനസ്സിലാക്കേണ്ട പോയിന്റ്, ഇപ്പൊ ഞാൻ ഈ പ്രോഡക്റ്റ് സെയിൽ ചെയ്തു 1050 രൂപയ്ക്ക്. ഞാൻ കേരളത്തിലാണ്. ഞാൻ സെയിൽ ചെയ്ത കസ്റ്റമറും കേരളത്തിലാണ്. സങ്കല്പിക്കുക, ഞാനും കേരളത്തിലാണ്, കേരളമാണ് സ്റ്റേറ്റ്, എന്റെ കസ്റ്റമറും സെയിം സ്റ്റേറ്റ് കേരളയാണ്. ഓക്കെ, സെയിം സ്റ്റേറ്റ് ആണ്. അപ്പോ എന്താ പറയാ, അപ്പൊ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ഞാൻ 1050 കളക്ട് ചെയ്തു അല്ലെ? ആ 50 രൂപ, അപ്പൊ ഇത് എന്ത് സപ്ലൈ ആണ്? ഇൻട്രയാണോ ഇന്റർ ആണോ? ഇൻട്ര അല്ലെ? ഇൻട്രാ സ്റ്റേറ്റ്, INTRA, ഇൻട്ര. കാര്യം എന്താ? രണ്ടുപേരും സെയിം സ്റ്റേറ്റ് ആണ്. സോ ദിസ് സപ്ലൈ ഇസ് കോൾഡ് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ. അപ്പോ ഇവിടെ ഞാൻ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത 1050-ൽ 50 രൂപ GST ആണ്. ആ 50 രൂപ ഞാൻ ഗവൺമെന്റിന് പേയ്മെന്റ് ചെയ്യണം. അവിടെ ഒരു ചോദ്യം, ഞാൻ ആ 50 രൂപ ഏത് ഗവൺമെന്റിന് പേയ്മെന്റ് ചെയ്യും? കാരണം ഇവിടെ നമുക്ക് നമ്മുടെ മുമ്പിൽ 2 ഗവൺമെന്റ് ഉണ്ട്. ഒന്ന് സ്റ്റേറ്റ് ഗവൺമെന്റും 2 സെൻട്രൽ ഗവൺമെന്റും. ശരിയല്ലേ? നമ്മുടെ മുമ്പിൽ ഇവിടെ 2 ഗവൺമെന്റ് ഉണ്ട്. ഒന്ന് സ്റ്റേറ്റ് ഗവൺമെന്റും 2 സെൻട്രൽ ഗവൺമെന്റും. ശരിയല്ലേ? ശരിയാണ്. ഒന്ന് നമ്മുടെ കേരള സ്റ്റേറ്റ് ഗവൺമെന്റും 2 സെൻട്രൽ ഗവൺമെന്റുമാണ്. ഓക്കെ. ഈ GSTന്റെ റൂൾ പ്രകാരം നോക്കുമ്പോ മനസ്സിലാക്കേണ്ടത്, സെല്ലർ സെയിൽ ചെയ്ത് സമയത്ത് കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത GST എത്രയാണോ അതിൽ ഹാഫ്, ഇപ്പൊ ഇവിടെ 50 രൂപ അല്ലെ, അതിൽ പകുതിയായിട്ട് ഡിവൈഡ് ചെയ്യുക. 25 രൂപ കേന്ദ്ര ഗവൺമെന്റിന് അവകാശപ്പെട്ട റവന്യൂ ആണ്. ബാക്കി വരുന്ന 25 രൂപ സ്റ്റേറ്റ് ഗവൺമെന്റിനും അവകാശപ്പെട്ട റവന്യൂ ആണ്. ഈക്വൽ ഷെയറിംഗ് ആണ് സ്റ്റേറ്റും സെൻട്രലും. ക്ലിയർ? അപ്പൊ ഇവിടെ ഈ 50 രൂപ GST ഞാൻ കളക്ട് ചെയ്തു. ഈ 50 രൂപയിൽ പകുതി, അതായത് 2.5 മീൻസ് 25 രൂപ സെൻട്രൽ ഗവൺമെന്റിനും 25 രൂപ സ്റ്റേറ്റ് ഗവൺമെന്റിനുമാണ് ഞാൻ കൊടുക്കേണ്ടത്. ഹാഫ് ആയിട്ട്. രണ്ടുപേർക്കും ഈക്വൽ റവന്യൂ പോകണം, സ്റ്റേറ്റിനും സെൻട്രലിനും. സോ ഞാൻ എന്ത് ചെയ്യും? അവിടെ വെച്ച് കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത ആ 50 രൂപ അവിടെ വെച്ച് ഞാൻ എന്ത് ചെയ്യും? 2 ഡിവൈഡ് ചെയ്യും. ക്ലിയർ? ഒന്ന് 25 രൂപ പേരെഴുതും. പേരെന്താ? CGST. അത് സെൻട്രൽ കൊടുക്കേണ്ട GST ആണ്. സോ 25 രൂപ CGST ആണെന്ന് എഴുതി വെക്കും. ബാക്കി വരുന്ന 25 എഴുതി വെക്കും, അത് SGST ആണ്, സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുക്കേണ്ട റവന്യൂ ആണ്. അങ്ങനെ അവിടെ വെച്ച് ഞാൻ എന്ത് ചെയ്യും? സ്പോട്ടിൽ ഡിവൈഡ് ചെയ്യും. CGST 25, SGST 25, അതിന് അവർക്ക് കൊടുക്കുകയും ചെയ്യും. ക്ലിയർ? നോ ഇഷ്യൂ. അപ്പോ ക്ലിയർ അല്ലേ? എന്നാൽ വേറൊരു കേസ്, ഞാൻ സെല്ലർ കേരളത്തിലാണ്, എന്റെ ഈ കസ്റ്റമർ കർണാടകയിലാണ്. സങ്കല്പിക്കുക, കസ്റ്റമർ വേറെ സ്റ്റേറ്റ് ആണ്. ഓക്കെ. അപ്പോ ഈ കർണാടകയിലുള്ള കസ്റ്റമർക്ക് ഞാൻ സെയിൽ നടത്തിയത്. ഈ കർണാടകയിലുള്ള കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഈ 1050 കളക്ട് ചെയ്തു. ക്ലിയർ? ഈ 1050 കളക്ട് ചെയ്തു. അപ്പോ അതെന്ത് സപ്ലൈയാ? ഇന്റർ സ്റ്റേറ്റ്. ക്ലിയർ? ഓക്കെ. അപ്പോ അവിടെയും ഞാൻ 50 രൂപ GST എന്റെ കയ്യിൽ വന്നു അല്ലെ? ഈ 50 രൂപ GST ഞാൻ എന്ത് ചെയ്യണം? അതിൽ 25 സെൻട്രൽ ഗവൺമെന്റിനും 25 സ്റ്റേറ്റ് ഗവൺമെന്റിനാണ് പോവേണ്ടത്. സംശയമില്ല. CGST SGST ആണ്, ഒരു ഡൗട്ടും ഇല്ല. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്.
ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് അവിടെ. ഈ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഏത് സ്റ്റേറ്റ് അല്ലെ? ഇവിടെ നമുക്ക് രണ്ട് സ്റ്റേറ്റ് ഉണ്ട് മുമ്പിൽ. നേരത്തെ പ്രോബ്ലം ഇല്ല, സെല്ലറും ബയറും സെയിം സ്റ്റേറ്റ് കേരള. സോ SGST പോവേണ്ടത് കേരള സ്റ്റേറ്റിനാണ്, ഒരു ഡൗട്ടും നമുക്ക് അവിടെ ഇല്ല. ഇവിടെ പക്ഷെ രണ്ട് സ്റ്റേറ്റ് ഉണ്ട് അല്ലെ, കേരളയും ഉണ്ട് കർണാടകയും ഉണ്ട്. 25 CGST ഡൗട്ട് ഒന്നുമില്ല, പക്ഷെ ബാക്കി 25 SGST ഡൗട്ട് വരും. ഏത് സ്റ്റേറ്റിനാണ് കൊടുക്കേണ്ടത്, കേരളം ഓർ കർണാടക? അങ്ങനെ ഡൗട്ട് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് GST റൂൾ പറയുന്നു സ്റ്റേറ്റ് റവന്യൂ പോകേണ്ടത് കൺസ്യൂം ചെയ്യുന്ന സ്റ്റേറ്റിനാണ്. ഓക്കെ, GST റൂൾ പറയുന്നുണ്ട് സ്റ്റേറ്റ് റവന്യൂ പോകേണ്ടത് കൺസ്യൂം ചെയ്യുന്ന സ്റ്റേറ്റിനാണ്. ക്ലിയർ? കൺസംപ്ഷൻ സ്റ്റേറ്റിനായിരിക്കും സ്റ്റേറ്റ് റവന്യൂ പോകേണ്ടത്. ക്ലിയർ? അപ്പൊ ഇവിടെ ആർക്കാ പോവേണ്ടത്? കർണാടകയ്ക്കാണ്, കർണാടക സ്റ്റേറ്റിനാണ് ആ SGST പോർഷൻ പോവേണ്ടത്. ക്ലിയർ? മനസ്സിലായല്ലോ? ഓക്കെ. പക്ഷെ അവിടെ വീണ്ടും ഒരു പ്രശ്നമുണ്ട്. അതായത് ഈ കർണാടകയിലുള്ള കസ്റ്റമറിന്റെ കയ്യിൽ നിന്നല്ലേ ഈ 50 രൂപ കേരളമായി ഞാൻ കളക്ട് ചെയ്തേ, ശരിയല്ലേ? അപ്പോ ഈ ഞാനല്ലേ ആ 50 രൂപ ഡിവൈഡ് ചെയ്ത് 25 സെൻട്രൽ ഗവൺമെന്റിനും CGST എന്ന പേര് കൊടുക്കണം. ബാക്കി 25 SGST എന്ന പേരിൽ കർണാടകയ്ക്ക് കൊടുക്കേണ്ട ഞാൻ കൊടുക്കണം അല്ലെ? പക്ഷേ അവിടെ ഈ കേരളം കർണാടകയ്ക്ക് കൊടുക്കണം എന്ന് പറയുന്ന കാര്യത്തിൽ അത് പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ കൊടുക്കാതിരിക്കുമോ? കേരളം ആ ഷെയർ കർണാടക സ്റ്റേറ്റിന് കൊടുക്കാതിരിക്കുമോ? അല്ലെങ്കിൽ അതിന്റെ പേരിൽ കേരളവും കർണാടകയും തമ്മിൽ എന്തെങ്കിലും തർക്കം ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? ക്ലിയർ? അങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് കരുതിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് നേരത്തെ പറഞ്ഞിരുന്നു ഇങ്ങനെ വേറെ സ്റ്റേറ്റിലേക്ക് സെയിൽ നടത്തിയ ഇനത്തിൽ കളക്ട് ചെയ്ത GST എത്രയാണോ അത് എന്ത് ചെയ്യണ്ട, ഞാൻ കർണാടകയിൽ നിന്ന് കളക്ട് ചെയ്ത ആ 50 രൂപ GST ഞാൻ അവിടെ വെച്ച് എന്ത് ചെയ്യണ്ട, രണ്ടായി ഡിവൈഡ് ചെയ്യണ്ട. അപ്പോ ഞാൻ ചോദിച്ചു കേന്ദ്രത്തോട്, അപ്പൊ ഞാൻ ഈ 50 എന്ത് ചെയ്യാനാ, ഈ 50 രൂപ ഞാൻ എന്ത് ചെയ്യും? അപ്പോ കേന്ദ്രം പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ, ഈ 50 രൂപ മൊത്തമായിട്ട് കേന്ദ്രത്തിന് കൊടുക്കാൻ പറഞ്ഞു. ക്ലിയർ? ഈ 50 രൂപ എന്ത് ചെയ്യുക, ഞാൻ വേറെ സ്റ്റേറ്റിലേക്ക് സെയിൽ നടത്തി കസ്റ്റമറിൽ നിന്ന് കളക്ട് ചെയ്ത ഈ 50 രൂപ ഞാൻ ഒരുമിച്ച് എന്ത് ചെയ്യുക, മൊത്തമായിട്ട് കേന്ദ്രത്തിന് കൊടുക്കാൻ പറഞ്ഞു. കേന്ദ്രം എന്ത് ചെയ്യും, അതിനകത്തുള്ള CGST പോർഷനായ 25 രൂപ കേന്ദ്രം അങ്ങ് എടുത്തോളും. ക്ലിയർ? അതിനകത്ത് വരുന്ന SGST പോർഷൻ 25 ഇല്ലേ ബാക്കി, അത് കേന്ദ്രം എന്ത് ചെയ്യും, കേന്ദ്രം നോക്കും ഈ രണ്ട് സ്റ്റേറ്റിൽ ശരിക്കും ഏത് സ്റ്റേറ്റ് ആണ് കൺസംഷൻ സ്റ്റേറ്റ് നോക്കും. കർണാടകയാണ്. എന്നിട്ട് ആ കർണാടകയ്ക്ക് കേന്ദ്രം കൊടുത്തോളും ആ 25. ക്ലിയർ? അപ്പൊ അങ്ങനെ ആകുമ്പോൾ തർക്കം വരത്തില്ല. ക്ലിയർ? അപ്പോ ആ സ്റ്റേറ്റിലേക്കുള്ള ഡിസ്ട്രിബ്യൂഷൻ കേരളം ചെയ്യണ്ട, സെല്ലർ സ്റ്റേറ്റ് ചെയ്യണ്ട, അത് കേന്ദ്രം ചെയ്തോളാം എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോ കേരളം ചോദിച്ചു, ഞാൻ ചോദിച്ചു കേന്ദ്രത്തോട്, ഞാൻ എന്ത് പേരിലാണ് കേന്ദ്രത്തിന് ഈ 50 രൂപ കൊടുക്കേണ്ടത്? എന്ത് പേരിലാണ് കേന്ദ്രത്തിന് 50 കൊടുക്കേണ്ടത്? ക്ലിയർ? കാരണം CGST എന്ന പേരിൽ 50 കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ? കാരണം CGST എന്ന് പറഞ്ഞാൽ സെൻട്രൽ പോർഷൻ മാത്രമേ വരത്തുള്ളൂ, 25 മാത്രം അല്ലെ? ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോ കേന്ദ്രം പറഞ്ഞു ഈ 50 രൂപയ്ക്കകത്ത് CGSTയും ഉണ്ട് SGSTയും ഉണ്ട്, ശരിയല്ലേ? അതുകൊണ്ട് രണ്ടും കൂടെ ഒരുമിച്ചുള്ള എമൗണ്ട് ആയതുകൊണ്ട്, രണ്ടും കൂടെ സംയോജിച്ച ഒരു എമൗണ്ട് ആയതുകൊണ്ട് അല്ലെ, രണ്ടും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്ത ഒരു എമൗണ്ട് ആയതുകൊണ്ട് ഇന്റഗ്രേഷൻ ഓഫ് CGST പ്ലസ് SGST അല്ലെ, ഇന്റഗ്രേഷൻ ഓഫ് CGST പ്ലസ് SGST ആയതുകൊണ്ട് ഇന്റഗ്രേറ്റഡ് GST എന്ന പേരിട്ട് എന്ത് ചെയ്യുക, സെല്ലറായ ഞാൻ ഈ 50 രൂപ IGST എന്ന പേരിട്ട് കേന്ദ്രത്തിന് കൊടുക്കേണ്ടതാണ്.
ക്ലിയർ? അപ്പൊ IGST എന്ന് പറയുമ്പോൾ IGST ഈസിക്കൽ ടു CGST പ്ലസ് SGST, രണ്ടും കൂടെ ചേർന്ന എമൗണ്ട് അല്ലേ IGST. ഇങ്ങനെ ഈ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് അതിന് IGST എന്ന പേര് വന്നേ. ക്ലിയർ? സോ കർണാടക സ്റ്റേറ്റിലേക്ക് സെയിൽ നടത്തി കർണാടകയിലുള്ള കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത ഈ 50 രൂപ GST എന്ത് ചെയ്യുക, അവിടെ രണ്ടായി ഡിവൈഡ് ചെയ്യാൻ നിൽക്കാതെ അതിന് IGST എന്ന് പേരിട്ട് ഞാൻ എന്ത് ചെയ്യണം, കേരളം ഞാൻ എന്ത് ചെയ്യണം, കേന്ദ്രത്തിന് കൊടുക്കേണ്ടതാണ്. കേന്ദ്രം എന്ത് ചെയ്യും, ആ IGSTക്ക് അകത്തുള്ള CGST പോർഷൻ 25 കേന്ദ്രം അങ്ങ് എടുത്തോളും. ദെൻ ആ IGSTക്ക് അകത്തുള്ള ആ SGST പോർഷൻ ഉണ്ടല്ലോ 25, അതെന്ത് ചെയ്യും, കേന്ദ്രം കർണാടകയ്ക്ക് കൊടുത്തോളും പിന്നീട്. ക്ലിയർ? ഇതാണ് ലോജിക്ക്. ചുരുക്കി പറഞ്ഞാൽ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ വിതിൻ ദ സ്റ്റേറ്റ് അല്ലെ, കേരളത്തിനകത്താണ് സെല്ലറും ബയ്യറും എങ്കിൽ നോ ഡൗട്ട് CGSTയും SGSTയുമായിട്ട് സെല്ലർ അപ്പം തന്നെ അക്കൗണ്ട് ചെയ്യും. ക്ലിയർ അല്ലേ? CGSTയും SGSTയുമായിട്ട് സെല്ലർ അപ്പം തന്നെ അക്കൗണ്ട് ചെയ്യും. എന്നാൽ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ആണെങ്കിലോ സെല്ലർ അക്കൗണ്ട് ചെയ്യുന്ന പേരെന്താ, IGST. ക്ലിയർ അല്ലേ? അപ്പൊ സെല്ലറിന്റെ പോയിന്റ് ഓഫ് വ്യൂയിൽ CGSTയും SGSTയും എപ്പോ ചാർജ് ചെയ്യും, ഇൻ ദ കേസ് ഓഫ് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ. സെല്ലറിന്റെ പോയിന്റ് ഓഫ് വ്യൂയിൽ IGST എപ്പോ ചാർജ് ചെയ്യും, ഇൻ ദ കേസ് ഓഫ് ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ. സിമ്പിൾ അല്ലേ? ക്ലിയർ? ഓക്കെ, മനസ്സിലായി? ഇനി നോക്കേണ്ടത് രണ്ട് ടെക്നിക്കൽ ടേമാണ്. സിമ്പിൾ, നമുക്ക് കേട്ട് പരിചയമുള്ള ടേം ആയിരിക്കും. ഔട്ട്പുട്ടും ഇൻപുട്ടും. ഔട്ട്പുട്ട് ടാക്സ്, ഇൻപുട്ട് ടാക്സ്. ഓക്കെ, എന്താണ് ഔട്ട്പുട്ട് ടാക്സ്? സെയിൽ ചെയ്യുമ്പോൾ സെല്ലർ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സ് സെല്ലറിന്റെ പോയിന്റ് ഓഫ് വ്യൂ വിളിക്കാം ഔട്ട്പുട്ട് ടാക്സ്. ക്ലിയർ? അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സെല്ലർ സെയിൽ ചെയ്യുമ്പോൾ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സിനെ വിളിക്കാം ഔട്ട്പുട്ട് ടാക്സ്. GSTയിൽ പറയുമ്പോൾ ഔട്ട്പുട്ട് GST. ക്ലിയർ? ഓക്കെ, ഒന്നുകൂടെ പറയുന്നു. GST നമ്മൾ പഠിക്കുമ്പോൾ ഒരു ബിസിനസ്സുകാരന് എന്താ, ഒരുപാട് ലൈബിലിറ്റീസ് വരും, ടാക്സ് അടയ്ക്കാൻ വരും. എല്ലാ ടാക്സും എന്തല്ല, ഔട്ട്പുട്ട് ടാക്സ് അല്ല. സെയിൽ ചെയ്യുമ്പോൾ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന GST മാത്രമാണ് ഔട്ട്പുട്ട് GST. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോ ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് GST എത്രയാ, 50 അല്ലേ? ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് GST എത്രയാ, 50 രൂപ. ശരിയല്ലേ? ഓക്കെ, അപ്പോ ഒന്നുകൂടെ പറഞ്ഞേ, ഇവിടെ നമുക്ക് സെയിൽ നടത്തിയപ്പോൾ കേരളത്തിനകത്തുള്ള കസ്റ്റമർക്ക് സെയിൽ നടത്തിയപ്പോൾ നമുക്ക് 50 രൂപ അല്ലെ ഔട്ട്പുട്ട് GST വന്നു. എങ്ങനെ? ഔട്ട്പുട്ട് CGST 25, ഔട്ട്പുട്ട് SGST 25, അങ്ങനെ പറയാലോ. ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആണെങ്കിൽ, സെയിൽ ആണെങ്കിൽ. ഇന്റർ സ്റ്റേറ്റ് സെയിൽ ആണെങ്കിലോ ഔട്ട്പുട്ട് IGST 50 രൂപ. ക്ലിയർ അല്ലേ? ഓക്കെ, ഔട്ട്പുട്ട് IGST 50 രൂപ അങ്ങനെ വിളിക്കാം. ഓക്കെ, ഇനി എന്താണ് ഇൻപുട്ട്? ഇൻപുട്ട് GST മീൻസ് പർച്ചേസറിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കണം. നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ആരെയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു, ആ സപ്ലയർ അല്ലെ, ആ വിൽപ്പനക്കാരൻ, ആ സപ്ലയർ നമ്മളെ എന്ത് മേടിക്കും, GST മേടിക്കും. ഒരു മാറ്റവുമില്ല അല്ലെ? ക്ലിയർ? നമ്മൾ പർച്ചേസ് ചെയ്യണത് നമ്മളും സപ്ലയറും സെയിം സ്റ്റേറ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പർച്ചേസ് ചെയ്യുമ്പോൾ സപ്ലയർ എന്റെ കയ്യിൽ നിന്ന് CGST SGST മേടിക്കും. ശരിയല്ലേ? അപ്പൊ എന്റെ പോയിന്റ് ഓഫ് വ്യൂ പർച്ചേസ് നടത്തിയപ്പോൾ ഞാൻ സപ്ലയറിന് കൊടുത്ത GST വിളിക്കാം ഇൻപുട്ട്. ഇൻപുട്ട് CGST, ഇൻപുട്ട് SGST ഇൻ ദ കേസ് ഓഫ് ഇൻട്രാ സ്റ്റേറ്റ് പർച്ചേസ്. ക്ലിയർ അല്ലേ? സെയിം സ്റ്റേറ്റിനകത്ത് നിന്ന് പർച്ചേസ് നടത്തുമ്പോൾ ഞാൻ ഇൻപുട്ട് CGSTയും ഇൻപുട്ട് SGSTയും കൊടുക്കുന്നു.
വേറെ സ്റ്റേറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ആണെങ്കിലോ, വേറെ സ്റ്റേറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ഞാൻ ഇൻപുട്ട് IGST കൊടുക്കും. ക്ലിയർ? ഇൻപുട്ട് IGST കൊടുക്കും. ഒന്നുമില്ല, പർച്ചേസറിന്റെ പോയിന്റ് ഓഫ് വ്യൂയിൽ ഇൻപുട്ടും സെല്ലറിന്റെ പോയിന്റ് ഓഫ് വ്യൂയിൽ ഔട്ട്പുട്ടും, അത്രേ ഉള്ളൂ. ക്ലിയർ? ഓക്കെ. അപ്പോ നമുക്ക് പ്രത്യേകത എന്ന് പറയുമ്പോ നമ്മൾ സെയിൽ ചെയ്യും. ഫോർ എക്സാമ്പിൾ ഒരു മൊബൈൽ ഷോപ്പ് എന്ന് പറയുമ്പോ ആദ്യം മൊബൈൽ കുറെ മേടിക്കും അല്ലെ, മൊബൈൽ പർച്ചേസ് ചെയ്യും. ദെൻ ആ മൊബൈൽ നമ്മൾ എന്ത് ചെയ്യും? സെയിൽ ചെയ്യും. മൊബൈൽ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ സപ്ലയർക്ക് എവിടെ നിന്ന് പർച്ചേസ് നടത്തി ആ സപ്ലയർക്ക് നമ്മൾ എന്ത് ചെയ്യും? GST കൊടുക്കും. വിളിക്കാം ഇൻപുട്ട് GST. ദെൻ നമ്മൾ കുറച്ച് പ്രോഫിറ്റ് ഒക്കെ ചേർത്ത് അല്ലെ, അത് നമ്മൾ GST ചാർജ് ചെയ്ത് കസ്റ്റമർക്ക് സെയിൽ ചെയ്യും. സോ നമ്മൾ കസ്റ്റമറിൽ നിന്ന് GST കളക്ട് ചെയ്യും. അതിനെ വിളിക്കാം ഔട്ട്പുട്ട് GST. അപ്പൊ നമുക്ക് ഒരു മാസം എന്ന് പറയാൻ കാരണം GST ഒക്കെ പേയ്മെന്റ് ചെയ്യേണ്ടത് മന്ത്ലി ആട്ടോ. അതുകൊണ്ട് ഞാൻ മാസം പറയുന്നേ. ഒരു മാസം നമുക്ക് സെയിലും പർച്ചേസും നടക്കും. പർച്ചേസ് ചെയ്യുമ്പോൾ ഇൻപുട്ട് GST കൊടുക്കുന്നു സപ്ലയർക്ക്. സെയിൽ ചെയ്യുമ്പോൾ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ഔട്ട്പുട്ട് കളക്ട് ചെയ്യുന്നു. ഇപ്പൊ ഒരു മാസം നമുക്ക് ഔട്ട്പുട്ട് GSTയും ഉണ്ടാകും, ഇൻപുട്ട് GSTയും ഉണ്ടാകും. ശരിയല്ലേ? ഔട്ട്പുട്ട് GST is payable to government, is a liability. നമുക്ക് ബാധ്യതയാണ്, ഗവൺമെന്റിന് അടയ്ക്കാനുള്ള ഒരു ബാധ്യത എമൗണ്ട് ആണ് ഔട്ട്പുട്ട് GST. എന്നാൽ നമ്മുടെ ഇൻപുട്ട് GST ഉണ്ടല്ലോ, ആ ഇൻപുട്ട് GST നമുക്ക് എന്താ? അസറ്റ് ആണ്. നമുക്ക് അസറ്റ് ആണ്, നഷ്ടപ്പെടില്ല. ക്ലിയർ? നമുക്ക് ഇൻപുട്ട് ക്ലെയിം എടുക്കാൻ സാധിക്കും. ഇൻപുട്ട് ക്ലെയിം എടുക്കുക എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് GST ഗവൺമെന്റിന് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ആ ഔട്ട്പുട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇൻപുട്ട് ഉപയോഗിച്ച് ഔട്ട്പുട്ടിനെ കുറയ്ക്കാം. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഒരു മാസം സെയിൽ നടത്തിയ ഇനത്തിൽ എനിക്ക് ഔട്ട്പുട്ട് GST ഒരു 1000 രൂപ സങ്കല്പിക്കുക. ഒരു മാസം സെയിൽ നടത്തിയ ഇനത്തിൽ എനിക്ക് ഔട്ട്പുട്ട് GST 1000 രൂപ, 1000. അതേ മാസം ഞാൻ പർച്ചേസ് നടത്തിയ ഇനത്തിൽ എനിക്ക് ഇൻപുട്ട് GST 800 രൂപ, 800. ക്ലിയർ? ആ മാസം എനിക്ക് ഔട്ട്പുട്ട് GST 1000 രൂപ അടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ 1000ത്തിൽ നിന്ന് ആ ഇൻപുട്ടായ 800 മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യാം മീൻസ് കുറയ്ക്കാം. ഔട്ട്പുട്ടിനെ ആ ഇൻപുട്ട് ഉപയോഗിച്ച് സെറ്റ് ഓഫ് ചെയ്യാം. ഈ സെറ്റ് ഓഫ് ചെയ്യുകയാണ് മനസ്സിലാക്കേണ്ടത് ക്ലെയിം എടുക്കുക എന്ന്. ഇൻപുട്ട് ക്ലെയിം എടുക്കുന്നു. ആ ഇൻപുട്ടായ 800 എന്ത് ചെയ്യുന്നു? ക്ലെയിം എടുക്കുന്നു. ക്ലെയിം എടുത്ത് ആ 1000 ഔട്ട്പുട്ടിനെ കുറയ്ക്കുന്നു, സെറ്റ് ഓഫ് ചെയ്ത് കുറയ്ക്കുന്നു. ക്ലിയർ? അപ്പൊ ബാക്കി എത്രയുണ്ട്? ആ ഔട്ട്പുട്ട് 1000ത്തിൽ നിന്ന് ഇൻപുട്ട് 800 മൈനസ് ആക്കിയ ബാക്കി എത്രയുണ്ട്? 200 രൂപ എനിക്ക് ആ മാസം ക്യാഷ് ആയിട്ട് അടച്ചാൽ മതി. ക്ലിയർ? വെറും 200 രൂപ മാത്രമേ എനിക്ക് ക്യാഷ് ആയിട്ട് ആ മാസം അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ. ഇൻപുട്ട് ക്ലെയിം എടുക്കാം. ഓക്കെ, ഇൻപുട്ട് ക്ലെയിം എടുക്കാം. ഈ ഒരു പ്രവൃത്തി എല്ലാ മാസവും ചെയ്യുക. എല്ലാ മാസവും ചെയ്യണം. ക്ലിയർ? പക്ഷേ ചില പ്രശ്നമുണ്ട്. അതായത് നമുക്ക് ഞാനിപ്പോ വളരെ സിമ്പിളായി പറഞ്ഞു, ഔട്ട്പുട്ട് 1000, ഇൻപുട്ട് 800. 1000ത്തിൽ നിന്ന് 800 മൈനസ് ചെയ്തിട്ട് ബാക്കി വരുന്ന 200 ക്യാഷ് അടച്ചാൽ മതി എന്ന് പറഞ്ഞു. സിമ്പിളായി പറഞ്ഞു. പക്ഷെ അത്ര സിമ്പിൾ അല്ല. കാരണം നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമുക്ക് ഒരു മാസം ഒരൊറ്റ ഔട്ട്പുട്ടും ഒരൊറ്റ ഇൻപുട്ടും ആണോ വരുന്നേ? അല്ല. നമ്മൾ സെയിൽ ചെയ്യുന്നത് ലോക്കൽ സെയില്, ഇൻട്രാ സ്റ്റേറ്റ് സെയിൽ ആണെങ്കിൽ നമുക്ക് അവിടെ ഔട്ട്പുട്ട് CGSTയും വരും, ഔട്ട്പുട്ട് SGSTയും വരും. നമ്മൾ സെയില് വേറെ സ്റ്റേറ്റിലേക്ക് സെയിൽ ചെയ്യുകയാണെങ്കിൽ ഔട്ട്പുട്ട് IGST വരും. ശരിയല്ലേ? ഓക്കെ. അതേ മാസം നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അത് സ്റ്റേറ്റിനകത്ത് നിന്ന് പർച്ചേസ് നടത്തുകയാണെങ്കിൽ ഇൻപുട്ട് CGSTയും വരും, ഇൻപുട്ട് SGSTയും വരും. അതേ മാസം വേറെ സ്റ്റേറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇൻപുട്ട് IGSTയും വരും. ശരിയല്ലേ? അപ്പൊ നമുക്കൊരു മാസം ഇൻട്രാ സ്റ്റേറ്റും ഇന്റർ സ്റ്റേറ്റും ഔട്ട്വേർഡ് സപ്ലൈയും ഇൻവേർഡ് സപ്ലൈയും ഉണ്ടാകുമെന്നല്ല, ഉണ്ടാകാം. ക്ലിയർ?
നമ്മൾ ഈ ജി എസ് ടിയില് ഈ പർച്ചേസ് എന്നും സെയിൽ എന്നും പറയത്തില്ല. പർച്ചേസിന് ഇൻവേർഡ് സപ്ലൈ എന്നും സെയിൽസിന് ഔട്ട്വേർഡ് സപ്ലൈ എന്നും പറയത്തുള്ളൂ. അപ്പോ ഇൻവേർഡ് സപ്ലൈയും ഔട്ട്വേർഡ് സപ്ലൈയും ഇൻട്രയും ഇന്ററും വരാം. ക്ലിയർ അല്ലേ? അതിന്റെ ഫലമായിട്ട് നമുക്ക് ഔട്ട്പുട്ട് 3 ഔട്ട്പുട്ട് വരാം. 3 ഔട്ട്പുട്ട് വരാം. ക്ലിയർ അല്ലേ? ഇൻട്രാ പർച്ചേസ് ഇൻട്രാ സെയിൽ ആണെങ്കിൽ CGST ഔട്ട്പുട്ട് SGST ഔട്ട്പുട്ടും, ഇന്റർ സെയിൽ ആണെങ്കിൽ IGST ഔട്ട്പുട്ട്, ഇന്റർ പർച്ചേസ് ആണെങ്കിൽ IGST ഇൻപുട്ട്, ഇൻട്രാ പർച്ചേസ് ആണെങ്കിൽ CGST SGST ഇൻപുട്ട്. 3 ഔട്ട്പുട്ടും 3 ഇൻപുട്ടും ഒരു മാസം നമുക്ക് വരാം. ക്ലിയർ? അപ്പോ ആ 3 ഔട്ട്പുട്ടും 3 ഇൻപുട്ടും ഒരു മാസം ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഔട്ട്പുട്ട് മൈനസ് ഇൻപുട്ട് 1000 മൈനസ് 800 ബാക്കി 200 അങ്ങനെ അല്ല. ആ 3 ഔട്ട്പുട്ടുകൾക്കും ആ 3 ഇൻപുട്ടുകളെ ക്ലെയിം എടുക്കാം. അത് ക്ലെയിം എടുക്കുന്നതിന് ഒരു കൃത്യമായ ഒരു ഓർഡർ ഉണ്ട്. ക്ലിയർ? ആ 3 ഔട്ട്പുട്ടുകളെയും ഈ 3 ഇൻപുട്ടുകൾ ഉപയോഗിച്ച് സെറ്റ് ഓഫ് ചെയ്യാം, ഔട്ട്പുട്ടുകളെ കുറയ്ക്കാം. പക്ഷെ അതിന് ഒരു സിസ്റ്റമാറ്റിക് ആയ റൂള് പഠിക്കാനുണ്ട്. ക്ലിയർ? ആ റൂൾ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കൂ? ആ റൂൾ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ഔട്ട്പുട്ടുകളെ ഇൻപുട്ടുകൾ ഉപയോഗിച്ച് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കൂ. ക്ലിയർ? ഇപ്പൊ നമുക്ക് ഇനി പഠിക്കേണ്ടത് ആ റൂൾസ് ആണ്. ഔട്ട്പുട്ട് 3 ഔട്ട്പുട്ടുകളെയും ആ 3 ഇൻപുട്ടുകൾ ഉപയോഗിച്ച് എങ്ങനെ സിസ്റ്റമാറ്റിക് ആയി സെറ്റ് ഓഫ് ചെയ്യാം പഠിക്കാലോ. ഓക്കെ, അത് നിങ്ങൾ ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കോ. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ സിമ്പിളായി പറഞ്ഞുതരാം. വളരെ എളുപ്പമാണ് സെറ്റ് ഓഫ് ചെയ്യുക എന്ന് പറയുമ്പോൾ, വളരെ അത്യാവശ്യമാണ്. ഓക്കെ, ക്ലിയർ? 3 ഔട്ട്പുട്ടും 3 ഇൻപുട്ടും വരും അല്ലേ നമുക്ക്? ഓക്കെ, ഔട്ട്പുട്ട് CGST, ഔട്ട്പുട്ട് SGST, ഔട്ട്പുട്ട് IGST. അതുപോലെ ഇൻപുട്ട് CGST, ഇൻപുട്ട് SGST, ഇൻപുട്ട് IGST. 3 ഔട്ട്പുട്ടും 3 ഇൻപുട്ടും വരാം ഒരു മാസം. അതിൽ നമ്മൾ ആദ്യം ഫസ്റ്റ് ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യേണ്ട ഔട്ട്പുട്ട് അങ്ങനെയുണ്ട്. ആ 3 ഔട്ട്പുട്ട് ഉള്ളതിൽ നമ്മൾ നിർബന്ധമായിട്ടും ഫസ്റ്റ് സെറ്റ് ഓഫ് ചെയ്യേണ്ടത് ഔട്ട്പുട്ട് സെറ്റ് ഓഫ് ചെയ്യുക എന്ന് പറയും. ഇൻപുട്ട് ഉപയോഗിച്ച് ക്ലെയിം എടുക്കുന്നല്ലേ? അപ്പോ ആ ഫസ്റ്റ് സെറ്റ് ഓഫ് ചെയ്യേണ്ട ഇൻപുട്ട് ഉപയോഗിച്ച് ഫസ്റ്റ് സെറ്റ് ഓഫ് ചെയ്യേണ്ട ഔട്ട്പുട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് IGST ഔട്ട്പുട്ട് ആണ്. IGST ഔട്ട്പുട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആദ്യം സെറ്റ് ഓഫ് ചെയ്യേണ്ടത്. ക്ലിയർ? അപ്പൊ ഈ IGST ഔട്ട്പുട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നമുക്ക് 3 ഇൻപുട്ട് ഇല്ലേ? ആ 3 ഇൻപുട്ടും ക്ലെയിം എടുക്കാം. IGST ഔട്ട്പുട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 3 ഇൻപുട്ടും ക്ലെയിം എടുക്കാം. ആ 3 ഇൻപുട്ടും ക്ലെയിം എടുക്കുക എന്ന് പറയുമ്പോ അതിൽ ഏത് ഇൻപുട്ട് ആദ്യം ക്ലെയിം എടുക്കാം, രണ്ടാമത് ഏത് ഇൻപുട്ട് ക്ലെയിം എടുക്കാം, മൂന്നാമത് ഏത് ഇൻപുട്ട് ക്ലെയിം എടുക്കാം, അതിന് ഒരു ഓർഡർ ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് എന്താ പറഞ്ഞേ? 3 ഔട്ട്പുട്ട് ഉള്ളതിൽ ആദ്യം സെറ്റ് ഓഫ് ചെയ്യേണ്ട ഔട്ട്പുട്ട് ടാക്സ് IGST ഔട്ട്പുട്ട് ആണ്. IGST ഔട്ട്പുട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ഇൻപുട്ടും ക്ലെയിം എടുക്കാം. IGST ഇൻപുട്ടും ക്ലെയിം എടുക്കാം, CGST ഇൻപുട്ടും ക്ലെയിം എടുക്കാം, SGST ഇൻപുട്ടും ക്ലെയിം എടുക്കാം. അതിൽ ആദ്യം ക്ലെയിം എടുക്കേണ്ട ഇൻപുട്ട് ഏത്, രണ്ടാമത് ക്ലെയിം എടുക്കേണ്ട ഇൻപുട്ട് ഏത്, മൂന്നാമത് ക്ലെയിം എടുക്കേണ്ട ഇൻപുട്ട് ഏത്, അതിന് ഒരു ഓർഡർ ഉണ്ട്. ആദ്യം ക്ലെയിം എടുക്കേണ്ട ഇൻപുട്ട് സ്വന്തം ഇൻപുട്ടായ IGST ഇൻപുട്ട് ആണ്. IGST ഔട്ട്പുട്ടിനെ സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ക്ലെയിം എടുക്കേണ്ട ഇൻപുട്ട് സ്വന്തം ഇൻപുട്ടായ IGST ഇൻപുട്ട് ആണ്. ക്ലിയർ? അപ്പോ IGST എത്ര ഇൻപുട്ട് ഉണ്ടോ അത്രയും ഇൻപുട്ട് എന്ത് ചെയ്യാം? ക്ലെയിം എടുത്ത് IGST ഔട്ട്പുട്ടിനെ സെറ്റ് ഓഫ് ചെയ്യാം. ഈ IGSTയിലുള്ള ഇൻപുട്ട് ക്ലെയിം എടുത്തിട്ടും IGST ഔട്ട്പുട്ട് 0 ആയിട്ടില്ല, വീണ്ടും IGST ഔട്ട്പുട്ടിൽ ലയബിലിറ്റി ഉണ്ട്. അങ്ങനെയെങ്കിൽ രണ്ടാമത് ഏത് ഇൻപുട്ട് ക്ലെയിം എടുക്കാം? രണ്ടാമത് CGSTന്റെ ഇൻപുട്ട് ക്ലെയിം എടുക്കാം. ഓക്കെ, രണ്ടാമത് CGSTന്റെ ഇൻപുട്ട് എന്ത് ചെയ്യാം? ക്ലെയിം എടുക്കാം.
അപ്പൊ ആദ്യം IGST ഔട്ട്പുട്ട് ആണ് സെറ്റ് ഓഫ് ചെയ്യേണ്ടത്. IGST ഔട്ട്പുട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ക്ലെയിം എടുക്കേണ്ട ഇൻപുട്ട് സ്വന്തം ഇൻപുട്ടായ IGST ഇൻപുട്ട് ആണ്. ആ IGST ഇൻപുട്ട് ക്ലെയിം എടുത്തിട്ടും IGST ഔട്ട്പുട്ട് 0 ആയിട്ടില്ല, വീണ്ടും ലയബിലിറ്റി ഉണ്ടെങ്കിൽ രണ്ടാമത് ക്ലെയിം എടുക്കേണ്ടത് CGST ഇൻപുട്ട് ആണ്. CGST ഇൻപുട്ടും ക്ലെയിം എടുത്തു, എന്നിട്ടും IGST ഔട്ട്പുട്ടിൽ ലയബിലിറ്റി വീണ്ടും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അവസാനം SGST ഇൻപുട്ട് ക്ലെയിം എടുക്കാം. SGST ഇൻപുട്ട് ക്ലെയിം എടുക്കാം. ഈ 3 ഇൻപുട്ടും ക്ലെയിം എടുത്തു. ഈ 3 ഇൻപുട്ട് ക്ലെയിം എടുത്തിട്ടും IGST ഔട്ട്പുട്ട് ടാക്സിൽ വീണ്ടും ലയബിലിറ്റി ഉണ്ടെങ്കിൽ അത് ആ മാസം ക്യാഷ് ആയിട്ട് നമ്മൾ പേയ്മെന്റ് ചെയ്യണം. ക്ലിയർ? ആ മാസം ക്യാഷ് ആയിട്ട് പേയ്മെന്റ് ചെയ്യണം. ഓക്കെ, ഇതാണ് IGSTന്റെ റൂള്. IGST ഔട്ട്പുട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയുള്ള റൂള്. 3 ഇൻപുട്ടും ഈ പറഞ്ഞ ക്രമത്തിൽ എന്ത് ചെയ്യാം? ക്ലെയിം എടുക്കാം. ആദ്യം സെറ്റ് ഓഫ് ചെയ്യേണ്ടത് IGST ഔട്ട്പുട്ട് ആയിരുന്നു. 3 ഇൻപുട്ടും ക്ലെയിം എടുക്കാം. ആദ്യം ക്ലെയിം എടുക്കേണ്ട ഇൻപുട്ട് സ്വന്തം ഇൻപുട്ടായ IGST ഇൻപുട്ട് ആണ്. IGST ഇൻപുട്ട് ക്ലെയിം എടുത്തപ്പോ തന്നെ IGST ഔട്ട്പുട്ട് 0 ആയെങ്കിൽ പിന്നെ ബാക്കി 2 ഇൻപുട്ട് ആവശ്യമുണ്ടോ? ആവശ്യമില്ല. ക്ലിയർ? ആ ലോജിക്ക്. ഓക്കെ, നമുക്ക് രണ്ടാമത് സെറ്റ് ഓഫ് ചെയ്യേണ്ട ലയബിലിറ്റി ആണ് ഔട്ട്പുട്ട് CGST. ഔട്ട്പുട്ട് CGST. അപ്പൊ രണ്ടാമത് സെറ്റ് ഓഫ് ചെയ്യേണ്ട ഔട്ട്പുട്ട് ആണ് CGST ഔട്ട്പുട്ട്. ഈ CGST ഔട്ട്പുട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് IGST പോലെ 3 ഇൻപുട്ടും ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. 2 ഇൻപുട്ടേ ക്ലെയിം എടുക്കാൻ അവകാശമുള്ളൂ. CGST ഔട്ട്പുട്ട് ടാക്സ് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ഇൻപുട്ട് മാത്രമേ ക്ലെയിം എടുക്കാൻ അവകാശമുള്ളൂ. 2 ഇൻപുട്ട് മാത്രം. ക്ലിയർ? അത് ഏതൊക്കെയാ 2 ഇൻപുട്ട്? ഒന്ന് സ്വന്തം ഇൻപുട്ട് CGST ഇൻപുട്ട്, 2 IGST ഇൻപുട്ട്. അപ്പൊ CGST ഔട്ട്പുട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഇൻപുട്ടേ ക്ലെയിം എടുക്കാൻ അവകാശമുള്ളൂ. ഒന്ന് സ്വന്തം ഇൻപുട്ടായ CGST ഇൻപുട്ട്, 2 IGST ഇൻപുട്ട്. എന്ന് പറഞ്ഞാൽ SGST ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ അവകാശമില്ല. CGST ഔട്ട്പുട്ടിന് SGST ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ അവകാശമില്ല. ക്ലിയർ? വീണ്ടും മനസ്സിലാക്കാറുണ്ട്, ഈ CGST ഔട്ട്പുട്ടിന് 2 ഇൻപുട്ട് ക്ലെയിം എടുക്കാമല്ലോ. അതിൽ ആദ്യം എടുക്കേണ്ട ഇൻപുട്ട് ഏതാ? അത് സ്വന്തം ഇൻപുട്ടായ CGST ഇൻപുട്ട് അല്ല, IGST ഇൻപുട്ട് ആണ്. ക്ലിയർ? CGST ഔട്ട്പുട്ടിന് 2 ഇൻപുട്ട് ക്ലെയിം എടുക്കാം. അതിൽ ആദ്യം ക്ലെയിം എടുക്കേണ്ട ഇൻപുട്ട് സ്വന്തം ഇൻപുട്ട് അല്ല, IGST ഇൻപുട്ട് ആണ്. ക്ലിയർ? IGST ഇൻപുട്ട് ക്ലെയിം എടുത്തിട്ടും CGST ഔട്ട്പുട്ട് 0 ആയിട്ടില്ലെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? സ്വന്തം ഇൻപുട്ടായ CGST ഇൻപുട്ട് ക്ലെയിം എടുക്കാം. ക്ലിയർ? ഓക്കെ, അപ്പൊ CGST ഔട്ട്പുട്ടിന് ആദ്യം IGST ഇൻപുട്ട് ക്ലെയിം എടുത്തു, രണ്ടാമത് സ്വന്തം ഇൻപുട്ടായ CGST ഇൻപുട്ട് ക്ലെയിം എടുത്തു. ഈ 2 ഇൻപുട്ട് ക്ലെയിം എടുത്തിട്ടും CGST ഔട്ട്പുട്ടിൽ വീണ്ടും ലയബിലിറ്റി ഉണ്ടെങ്കിൽ ആ മാസം അത് എന്ത് ചെയ്യുക? ക്യാഷ് ആയിട്ട് നമ്മൾ പേയ്മെന്റ് ചെയ്യണം. ക്ലിയർ? അപ്പോ IGST ഔട്ട്പുട്ടും സെറ്റ് ഓഫ് ആയി, CGST ഔട്ട്പുട്ടും തീരുമാനമായി. അവസാനത്തെ ഔട്ട്പുട്ട് ആണ് SGST ഔട്ട്പുട്ട്. എന്താണ് SGST ഔട്ട്പുട്ട്? ക്ലിയർ? SGST ഔട്ട്പുട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് 2 ഇൻപുട്ടേ ക്ലെയിം എടുക്കാൻ അവകാശമുള്ളൂ. ഒന്ന് സ്വന്തം ഇൻപുട്ടായ SGST ഇൻപുട്ട്, 2 IGST ഇൻപുട്ട്. എന്ന് പറഞ്ഞാൽ CGST ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പാടില്ല. ചുരുക്കി പറഞ്ഞാൽ CGST ഔട്ട്പുട്ടിനും SGST ഔട്ട്പുട്ടിനും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഇൻപുട്ടുകൾ ക്ലെയിം ചെയ്യാൻ പാടില്ല. CGST ഔട്ട്പുട്ടിന് SGST ഇൻപുട്ടും ക്ലെയിം ചെയ്യാൻ പാടില്ല,
SGST ഔട്ട്പുട്ടിന് CGSTന്റെ ഇൻപുട്ടും ക്ലെയിം ചെയ്യാൻ പാടില്ല. അപ്പോ SGST ഔട്ട്പുട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് SGST ഇൻപുട്ടും ക്ലെയിം എടുക്കാം, IGST ഇൻപുട്ടും ക്ലെയിം എടുക്കാം. അതിൽ ആദ്യം ക്ലെയിം എടുക്കേണ്ടത് IGST ഇൻപുട്ട് ആണ്. IGST ഇൻപുട്ട് ക്ലെയിം എടുത്തിട്ടും വീണ്ടും SGST ഔട്ട്പുട്ട് ലയബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, സ്വന്തം ഇൻപുട്ടായ SGST ഇൻപുട്ട് ക്ലെയിം എടുക്കാം. ക്ലിയർ? ഇപ്പൊ SGST ഔട്ട്പുട്ടിന് ആദ്യം IGST ഇൻപുട്ട് ക്ലെയിം എടുത്തു, രണ്ടാമത് സ്വന്തം ഇൻപുട്ടായ SGST ഇൻപുട്ട് ക്ലെയിം എടുത്തു. ഈ രണ്ട് ഇൻപുട്ട് ക്ലെയിം എടുത്തിട്ടും SGST ഔട്ട്പുട്ട് ബാലൻസ് വീണ്ടും ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, ആ മാസം ക്യാഷ് ആയിട്ട് പേയ്മെന്റ് ചെയ്യണം. ക്ലിയർ? ഇതാണ് 3 ഔട്ട്പുട്ടുകളെയും സെറ്റ് ഓഫ് ചെയ്യുന്ന റൂള്. പ്രത്യേകത ഉണ്ടല്ലേ, ഈ 3 ഔട്ട്പുട്ടുകൾക്കും ആദ്യം ക്ലെയിം എടുക്കുന്ന ഇൻപുട്ട് കോമൺ ആണ് അല്ലെ, IGST ഇൻപുട്ട് ആണ്. ശരിയല്ലേ? 3 ഔട്ട്പുട്ടുകൾക്കും ആദ്യം ക്ലെയിം എടുക്കുന്ന ഇൻപുട്ട് കോമൺ ആയിട്ട് IGST ആ വന്നിരിക്കുന്ന ഇൻപുട്ട്. ക്ലിയർ? ഓക്കെ. IGST ഔട്ട്പുട്ട് നോക്കണ്ട, അത് സ്വന്തം ഇൻപുട്ട് ആയിട്ട് എടുത്തു അല്ലെ. CGST ഔട്ട്പുട്ടും SGST ഔട്ട്പുട്ടും സ്വന്തം ഇൻപുട്ട് ഉണ്ടായിട്ടും അത് ആദ്യം പോയി ക്ലെയിം എടുക്കാൻ സാധിക്കുന്നില്ല അല്ലെ. പകരം IGSTന്റെ ഇൻപുട്ട് ആദ്യം ക്ലെയിം എടുക്കുന്നേ അല്ലെ. ശരിയല്ലേ? അതെ. അത് അവര് ലോക്കല്ലേ, അവിടെ ഒരു ലോക്കായി നിൽക്കുക. CGST ഔട്ട്പുട്ടിനും SGST ഔട്ട്പുട്ടിനും സ്വന്തം ഇൻപുട്ട് ഉണ്ടായിട്ടും അത് ക്ലെയിം എടുക്കാൻ അവകാശമില്ല. IGST ഇൻപുട്ടാണ് ആദ്യം ക്ലെയിം എടുക്കുന്നേ. അവിടെ ഒരു ലോക്കാണ്. CGST ഔട്ട്പുട്ടും SGST ഔട്ട്പുട്ടും ഒരു ലോക്കിൽ പെട്ട് കിടക്കുക. IGSTയിൽ ഇൻപുട്ട് ഉണ്ടെങ്കിൽ അത് തീർക്കാതെ, IGSTയിൽ ഇൻപുട്ട് 0 ആകാതെ ഒരിക്കലും അവർക്ക് സ്വന്തം ഇൻപുട്ട് തൊടാൻ പോലും അവകാശമില്ല. ഇതാണ് ലോജിക്ക്. CGST ഔട്ട്പുട്ടിനും SGST ഔട്ട്പുട്ടിനും IGST ഇൻപുട്ട് ഉണ്ടെങ്കിൽ അത് ക്ലെയിം എടുത്ത് അത് 0 ആകാതെ ഒരിക്കലും സ്വന്തം ഇൻപുട്ട് എടുക്കാൻ അവർക്ക് രണ്ടുപേർക്കും അവകാശമില്ല. ക്ലിയർ അല്ലേ? എപ്പോ IGST ഇൻപുട്ട് 0 ആകും ആ നിമിഷം മാത്രമേ രണ്ടുപേർക്കും സ്വന്തം ഇൻപുട്ട് ക്ലെയിം എടുക്കാൻ അവകാശമുള്ളൂ. ക്ലിയർ? ഓക്കെ. അപ്പൊ നമുക്ക് ഇതിന്റെ എക്സാമ്പിൾ ചെയ്യാം, കുറച്ചും കൂടെ ക്ലാരിറ്റി ആവും. ഓക്കെ, എക്സാമ്പിൾ ചെയ്യാം നമുക്ക്, അപ്പൊ കുറച്ചും കൂടെ ക്ലാരിറ്റി ആകുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഒരൊറ്റ മിനിറ്റ് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. എല്ലാവരും ഈ എക്സൽ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ക്ലിയർ? അപ്പൊ നിങ്ങൾ ഞാനൊരു പ്രോബ്ലം ഇവിടെ നോട്ട് ചെയ്യാം, നിങ്ങൾ ബുക്കിൽ നോട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, എക്സാമ്പിൾ ആണ്, നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി ഒരു എക്സാമ്പിൾ കേട്ടോ. ഓക്കെ, ക്ലിയർ? എക്സാമ്പിൾ നിങ്ങൾ ബുക്കിൽ നോട്ട് ചെയ്തോ. ഔട്ട്പുട്ട് ഇവിടെ ഇൻപുട്ട്. ഓക്കെ, ഔട്ട്പുട്ടും ഇൻപുട്ടും. IGST, CGST, SGST. ഓക്കെ, നമുക്ക് ഇനി എമൗണ്ട് എഴുതാം. ഇത് ഔട്ട്പുട്ട് ആണിത്, ഇത് ഇൻപുട്ട് ആണ്. IGST ഔട്ട്പുട്ട് 1000 രൂപ.
ബുക്കിൽ നോട്ട് ചെയ്തോ. CGST ഔട്ട്പുട്ട് ഒരു 500 കൊടുത്തോ. ഓക്കെ, 500 കൊടുത്തോ. SGST ഔട്ട്പുട്ടും 500 കൊടുത്തോ. ഓക്കെ, അടുത്ത് ഇൻപുട്ട് ആണേ. ഇൻപുട്ട് നോട്ട് ചെയ്തോ. IGST ഇൻപുട്ട് ഒരു 1000, സെയിം 1000 കൊടുത്തോ. CGST ഇൻപുട്ട് ഒരു 400 കൊടുത്തോ. 400 കൊടുത്തോ. SGST ഇൻപുട്ടും ഒരു 400 കൊടുത്തോ. ഓക്കെ, ക്ലിയർ. ഇപ്പൊ നമ്മുടെ ഫോർ എക്സാമ്പിൾ ഇതിപ്പോ സെപ്റ്റംബർ അല്ല, കഴിഞ്ഞ മാസം ഓഗസ്റ്റ് മാസം നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലെ മന്ത്ലി സ്റ്റാറ്റസ് ആണിത്. സെയിൽ നടന്ന ഇനത്തിൽ നമുക്ക് ഇത്ര ഔട്ട്പുട്ട് വന്നു, പർച്ചേസ് ഇനത്തിൽ ഇത്ര ഇൻപുട്ട് വന്നു. ജസ്റ്റ് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് സെറ്റ് ഓഫ് ചെയ്യണം അല്ലെ. ഈ ഔട്ട്പുട്ടുകളെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇൻപുട്ട് ഉപയോഗിച്ച് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. ക്ലിയർ. അപ്പോ ഇവിടെ 3 ഔട്ട്പുട്ട് 3 ഇൻപുട്ടും ഉണ്ട്. റൂൾ പ്രകാരം ആദ്യ സെറ്റ് ഓഫ് ചെയ്യേണ്ട ലയബിലിറ്റി ഏതാ, ഔട്ട്പുട്ട് ഏതാ? റൂൾ പ്രകാരം നമുക്കറിയാം IGST ഔട്ട്പുട്ട് ആദ്യം സെറ്റ് ഓഫ് ചെയ്യേണ്ടത് അല്ലേ. ക്ലിയർ. IGST ഔട്ട്പുട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 3 ഇൻപുട്ടും ക്ലെയിം എടുക്കാൻ അവകാശമുണ്ട്. അതിൽ ആദ്യം ക്ലെയിം ചെയ്യേണ്ട ഇൻപുട്ട് ഏതാ? സ്വന്തം ഇൻപുട്ടായ IGST ഇൻപുട്ട് ആണ്. പഠിച്ചു അല്ലെ. അപ്പൊ IGST ഔട്ട്പുട്ട് 1000 ഉണ്ട്. IGST ഇൻപുട്ട് എത്രയുണ്ട്? 1000 ഉണ്ട്. ആ ഇൻപുട്ട് 1000 മൊത്തം ക്ലെയിം എടുക്കാമല്ലോ. ഈ IGST ഇൻപുട്ടിലെ 1000 ഇൻപുട്ട് മൊത്തം നമുക്ക് എന്ത് ചെയ്യാം, IGST ഔട്ട്പുട്ടിന് ക്ലെയിം എടുക്കാം. സോ ഈ 1000 ഇങ്ങോട്ട് മൊത്തം ക്ലെയിം എടുത്തു. ക്ലെയിം എടുത്തപ്പോ IGST ഔട്ട്പുട്ട് എന്തായി മാറി? 0 അല്ലെ. IGST ഇൻപുട്ട് എന്തായി മാറി? 0. ക്ലിയർ, സിമ്പിൾ അല്ലെ. അപ്പൊ ഈ IGST ഔട്ട്പുട്ടിന് ഈ 2 ഇൻപുട്ട് ആവശ്യമുണ്ടോ? ആവശ്യമില്ല അല്ലെ. സ്വന്തം ഇൻപുട്ട് ക്ലെയിം എടുത്തപ്പോ തന്നെ 0 ആയി മാറി. സിമ്പിൾ അല്ലേ. ഓക്കെ, അപ്പൊ ഈ 2 ഇൻപുട്ട് ആവശ്യമില്ല. IGST മൊത്തമായിട്ട് സെറ്റ് ഓഫ് ആയി. അതിന്റെ ഇൻപുട്ട് 0 ആയി മാറി അല്ലെ. ക്ലിയർ. ഇനി അടുത്ത് രണ്ടാമത് സെറ്റ് ഓഫ് ചെയ്യേണ്ട ലയബിലിറ്റി ഏതാ? CGST അല്ലേ. CGST ആണ്. CGST എത്ര ഔട്ട്പുട്ട് ടാക്സ് ഉണ്ട് ഇവിടെ? 500 ഉണ്ട് അല്ലെ. 500 ഉണ്ട്. CGST റൂൾ എന്താ? ആദ്യം ക്ലെയിം ചെയ്യേണ്ടത് എവിടെന്നാ? IGST ഇൻപുട്ട് ആണ്. IGST ഇൻപുട്ട് വല്ലതും ഉണ്ടോ അവിടെ? ഒന്നുമില്ല. ഉണ്ടായിരുന്ന 1000 രൂപ ആരെടുത്തു? അത് മൊത്തമായിട്ട് IGST ഔട്ട്പുട്ട് ആദ്യം അങ്ങ് എടുത്തു അല്ലെ. സോ IGST ഇൻപുട്ടിൽ ഒന്നും അവിടെ ഇല്ല, കംപ്ലീറ്റ് 0. സോ എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് സ്വന്തം ഇൻപുട്ട് ക്ലെയിം എടുക്കാമല്ലോ അല്ലെ. സ്വന്തം ഇൻപുട്ട് ക്ലെയിം എടുക്കാം. IGST ഇല്ലല്ലോ, അതുകൊണ്ട് സ്വന്തം ഇൻപുട്ട് ക്ലെയിം എടുക്കാം. എത്രയുണ്ട്? CGST ഇൻപുട്ട് 400 ഉണ്ട് അല്ലെ. 400 ആവശ്യം ഉണ്ടല്ലോ ഇവിടെ. അവിടെ 500 ഇല്ലേ. 400 എന്ത് ചെയ്യാം, മൊത്തമായിട്ട് ഇവിടെ ക്ലെയിം എടുക്കാം. അപ്പോ എന്തായി മാറി? ഈ 400 രൂപ അവിടെ ക്ലെയിം എടുക്കുമ്പോ ബാക്കി ഇവിടെ എത്രയുണ്ട് ലയബിലിറ്റി? CGSTയില് 100 രൂപ ബാക്കി അടയ്ക്കാനുണ്ട്. ക്ലിയർ അല്ലേ. 400 രൂപ ക്ലെയിം എടുത്തു. സോ CGST ഇൻപുട്ട് 0. ക്ലിയർ അല്ലേ. CGST ഔട്ട്പുട്ട് 100 രൂപ പേയബിൾ എമൗണ്ട് ഉണ്ട് അല്ലെ. ഈ CGST 100 രൂപ ക്ലെയിം എടുക്കാൻ വേറെ ഇനി ഇൻപുട്ട് ഉണ്ടോ? ഒന്നും ഇനിയില്ല. ക്ലിയർ അല്ലേ. CGST ഔട്ട്പുട്ടിന് SGST ക്ലെയിം ചെയ്യാൻ അവകാശമില്ല. 2 ഇൻപുട്ടേ ക്ലെയിം ചെയ്യാൻ അവകാശമുള്ളൂ. IGSTയിൽ ഒന്നും ഇല്ലായിരുന്നു പോയി നോക്കിയപ്പോ. സോ സ്വന്തം ഇൻപുട്ടിൽ ആകെപ്പാട് ഉണ്ടായിരുന്ന 400 രൂപ ക്ലെയിം എടുത്തു. ബാക്കി ഇനി CGST ഔട്ട്പുട്ട് 100 രൂപയുണ്ട്. ഈ 100ന് ഈ മാസം എന്ത് ചെയ്യണം? ക്യാഷ് ആയിട്ട് പേയ്മെന്റ് ചെയ്യണം കേട്ടോ. ക്ലിയർ. ക്യാഷ് ആയിട്ട് നമ്മൾ പേയ്മെന്റ് ചെയ്യേണ്ടി വരും കേട്ടോ. ഓക്കെ, നമ്മൾ ഇൻപുട്ട് ഇനി ക്ലെയിം ചെയ്യില്ല അതുകൊണ്ട്. അടുത്ത SGST അല്ലേ. SGST ഔട്ട്പുട്ട് എത്രയുണ്ട്? 500 ഉണ്ട് അല്ലെ. റൂൾ പ്രകാരം ആദ്യം ക്ലെയിം ചെയ്യേണ്ടത് എവിടെന്നാ? IGST ഇൻപുട്ടാ. വല്ലതും ഉണ്ടോ അവിടെ? ഒന്നുമില്ല അവിടെ. ക്ലിയർ അല്ലേ. സോ എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് സ്വന്തം ഇൻപുട്ട് ക്ലെയിം എടുക്കാമല്ലോ. സ്വന്തം ഇൻപുട്ട് എത്രയുണ്ട്? 400 ഉണ്ട് അല്ലേ. അല്ലേ, അത് ക്ലെയിം എടുക്കാമല്ലോ. ക്ലെയിം എടുക്കാം. അപ്പോ SGST 500 400 ക്ലെയിം എടുത്തു. ബാക്കി 100 രൂപ ലയബിലിറ്റി ഉണ്ട്. SGST ഇൻപുട്ട് എന്തായി? 0. ക്ലിയർ. ഇത്രേ ഉള്ളൂ. ഇതാണ് സ്റ്റാറ്റസ്. ഇതാണ് സ്റ്റാറ്റസ്. ക്ലിയർ. ഞാൻ നിങ്ങളെ അൺമ്യൂട്ട് ആക്കുകയാണ്. നിങ്ങൾക്ക് ഈ പ്രോബ്ലത്തിൽ സംശയം ആർക്കെങ്കിലും ചോദിക്കാം കേട്ടോ. നിങ്ങൾക്ക് അൺമ്യൂട്ട് ആക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ.
ഈ ഒരു എക്സാമ്പിൾ എന്നീ സംശയം ചോദിക്കാം. ഹലോ സർ. പറയൂ. സർ, ഈ നമുക്കിപ്പോ IGST അധികം പർച്ചേസ് വരുന്നില്ല, ഇൻപുട്ട് വരുന്നില്ല. IGST അധികം ഇൻപുട്ട് വരുന്നില്ല എങ്കിൽ IGST അവിടെ ബാലൻസ് നിൽക്കോ? എങ്ങനെയാ? അതപ്പോ നമുക്ക് ഇൻപുട്ട് കൂടുതലാണെങ്കിൽ ആ മാസം ഔട്ട്പുട്ട് എങ്ങനെ ചെയ്യാം? അല്ല, അത് അടുത്ത പ്രോബ്ലം എക്സാമ്പിൾ വരുന്നുണ്ട്. IGST അധികം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അടുത്ത എക്സാമ്പിൾ വരുന്നുണ്ട് കേട്ടോ. ഇത് ഓക്കെ അല്ലേ? ഇതിപ്പോ ഓക്കെയാണ്. ഓക്കെ. ഇത് ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം അല്ലേ? ഓക്കെ, ശരി. അപ്പോ ഇവിടെ നമുക്ക് എമൗണ്ട് വെച്ച് മാറ്റി കൊടുക്കാം. നിങ്ങൾ ബുക്കിൽ പ്രത്യേകം നോട്ട് ചെയ്തോ കേട്ടോ, ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തോ. IGST ഔട്ട്പുട്ടിന്റെ എമൗണ്ട് ഇങ്ങനെ എഴുതിക്കോ, സെയിം 1000 രൂപ. CGST ഔട്ട്പുട്ട് സെയിം 500 രൂപ. SGST ഔട്ട്പുട്ട് സെയിം 500 രൂപ. ഓക്കെ. IGST ഇൻപുട്ടിൽ ചെറിയ മാറ്റം കൊടുത്തോ. IGST ഇൻപുട്ട് 800 ആണ്. ഓക്കെ. CGST ഇൻപുട്ട് സെയിം 400. SGST ഇൻപുട്ടും സെയിം 400. ഇതാണ് സ്റ്റാറ്റസ്. ഞാൻ IGST ഇൻപുട്ട് മാത്രം എന്ത് ചെയ്തു? ചെറുതാക്കി. ക്ലിയർ? നമുക്ക് ഇന്റർ സ്റ്റേറ്റ് പർച്ചേസ് കുറവായിരുന്നു, സോ IGST ഇൻപുട്ട് 800 ഉള്ളൂ നമുക്ക്. ക്ലിയർ? നോക്കാമല്ലോ നമുക്ക് അല്ലേ? ക്ലിയർ? ഓക്കെ. ഇവിടെ നമുക്ക് റൂൾ പ്രകാരം ആദ്യ സെറ്റ് ഓഫ് ചെയ്യേണ്ട ലൈബിലിറ്റി ഏതാ? IGST ഔട്ട്പുട്ട് അല്ലേ? IGST ഔട്ട്പുട്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാലോ. എവിടെ നിന്ന് ക്ലെയിം എടുക്കാം? സ്വന്തം ഇൻപുട്ടായ IGST ഇൻപുട്ട് അല്ലേ? എത്രയുണ്ട്? 800 ഉണ്ട്. അത് മൊത്തം ക്ലെയിം എടുക്കാലോ. 800 മൊത്തം ക്ലെയിം എടുത്തു. ക്ലെയിം എടുത്തപ്പോ ബാക്കി ഇവിടെ എത്രയുണ്ട് ലൈബിലിറ്റി? IGSTയിലെ ബാലൻസിന് 200 രൂപ ലൈബിലിറ്റി ഉണ്ട് അല്ലേ? IGST ഇൻപുട്ട് എന്തായി? 0. ക്ലിയർ? അപ്പോ ഇവിടെ ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ പറയാതെ പോയൊരു കാര്യമാണ്. അത് ഇപ്പൊ ഇവിടെ വെച്ച് പറയാന്ന് കരുതി പറയുകയാണ്. നേരത്തെ ഞാൻ പറയാതെ പോയി. ഓക്കെ, ക്ലിയർ? വേറൊന്നുമല്ല. IGSTയില് ബാക്കി എത്രയുണ്ട്? 200 രൂപ വീണ്ടും ലൈബിലിറ്റി ഉണ്ട്. റൂള് പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം? IGST ഔട്ട്പുട്ടിന് CGST ഇൻപുട്ടും SGST ഇൻപുട്ടും ക്ലെയിം എടുക്കാം അല്ലേ? ക്ലെയിം എടുക്കാം. പക്ഷേ ചെറിയ പ്രശ്നമുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞൊരു പോയിന്റ് ഓർമ്മയുണ്ടോ? ഈ CGST ഔട്ട്പുട്ടും SGST ഔട്ട്പുട്ടും ഒരു ലോക്ക് അല്ലേ? IGSTയിൽ ഇൻപുട്ട് നിൽക്കുമ്പോൾ സ്വന്തം ഇൻപുട്ട് ക്ലെയിം എടുക്കാൻ സാധിക്കത്തില്ല എന്നൊരു ലോക്കല്ലേ അവർ രണ്ടുപേരും? ആണ്. പക്ഷെ ഇവിടെ നോക്കിയേ, ഇവിടെ IGSTയിലുള്ള ഇൻപുട്ട് ആകപ്പാടെ ഉണ്ടായിരുന്ന 800 രൂപ ഇൻപുട്ട് മൊത്തമായിട്ട് IGST മൊത്തം ക്ലെയിം എടുത്തു അല്ലെ? അപ്പോ ഇവിടെ IGST ഇൻപുട്ട് 0 ആയി. ക്ലിയർ അല്ലേ? 0 ആയി. അപ്പോ IGSTയിൽ ഇൻപുട്ട് 0 ആയ നിമിഷം CGSTന്റെയും SGSTന്റെയും ഔട്ട്പുട്ടുകൾക്ക് ആ ലോക്കിൽ നിന്ന് മാറ്റം കിട്ടിയില്ലേ? അവർക്ക് സ്വന്തം ഇൻപുട്ട് ക്ലെയിം എടുക്കാൻ സാധിക്കുമെന്ന അവസ്ഥയിൽ മാറിയല്ലോ അല്ലെ? അപ്പോ IGST ഇൻപുട്ട് 0 ആകുന്ന നിമിഷം ആ സ്പോട്ടിൽ CGST ഔട്ട്പുട്ടും SGST ഔട്ട്പുട്ടും അവരുടെ സ്വന്തം ഇൻപുട്ടിൽ ആവശ്യമുള്ളത് അവരങ്ങ് എടുക്കും. ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യത്തില്ല. ആ നിമിഷം IGSTയിലുള്ള ഇൻപുട്ട് എപ്പോ 0 ആകും ആ നിമിഷം CGSTയും SGSTയും ഔട്ട്പുട്ട് സ്വന്തം ഇൻപുട്ട് അവരങ്ങ് എടുക്കും. ക്ലിയർ? അപ്പൊ നോക്കാം, നമുക്ക് ഈ CGST 400 ഇൻപുട്ട് ക്ലെയിം എടുത്തു അല്ലെ? 400 ആവശ്യമുണ്ടല്ലോ അല്ലെ? അപ്പൊ അത് മൊത്തം ക്ലെയിം എടുത്തു. അപ്പൊ ഇവിടെ എത്രയുണ്ട്? ഇവിടെ 100 രൂപ. അതുപോലെ SGST എത്രയുണ്ട്? 100 രൂപ അല്ലെ? രണ്ട് ഇൻപുട്ടും ക്ലെയിം എടുത്തല്ലോ. 0 0. അപ്പൊ അങ്ങനെ ആകുമ്പോ ഈ IGST ലൈബിലിറ്റി 200 രൂപ സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി IGST CGST ഇൻപുട്ടിൽ വരുമ്പോ വല്ലതും കിട്ടുമോ? അവിടുന്ന് ഒന്നും കിട്ടത്തില്ല. ക്ലിയർ അല്ലേ? ഓക്കെ. ഇൻ കേസ് ഇവിടെ CGST ഇൻപുട്ട് ഒരു 600 രൂപ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെ? CGST ഇൻപുട്ട് 600 രൂപ ഉണ്ടായിരുന്നെങ്കിൽ 500 രൂപ CGST എടുത്തിട്ട് ബാക്കി 100 രൂപ അവിടെ ഉണ്ടാകുമായിരുന്നു അല്ലെ? അതെങ്കിൽ എന്ത് ചെയ്യാം? IGSTക്ക് എടുക്കാമായിരുന്നു. ക്ലിയർ അല്ലേ? പക്ഷെ ഇവിടെ CGST SGST ഇൻപുട്ട് 400 വീതമല്ലേ ഉള്ളൂ. അത് അവരങ്ങ് എടുത്തു. അവർക്ക് ആവശ്യമുണ്ട്, അവരങ്ങ് എടുത്തു. ക്ലിയർ അല്ലേ? ചുരുക്കി പറഞ്ഞാൽ IGST ഔട്ട്പുട്ട് CGSTന്റെയും SGSTന്റെയും ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ വേണ്ടി വരുമ്പോൾ
സ്വന്തം ലയബിലിറ്റിക്ക് ആവശ്യമുള്ളത് മാറ്റി വെച്ചിട്ട് ബാക്കി ഉണ്ടെങ്കിൽ മാത്രമേ IGST എടുക്കാൻ സാധിക്കൂ. അത്രേ ഉള്ളൂ. ക്ലിയർ? ഇതിലൊരു സംശയമുണ്ട് ചോദിക്കാനായിട്ട്? ക്ലിയർ ആണോ? ഓക്കെ സർ. ക്ലിയർ ആണ് അല്ലേ? IGST ഔട്ട്പുട്ട് ഇല്ല. ആ ഹലോ പറയൂ, കേൾക്കാം. സർ, IGST നമുക്ക് ഔട്ട്പുട്ട് ഇല്ല, ഇൻപുട്ട് മാത്രമേ ഉള്ളൂങ്കിലോ? IGST ഔട്ട്പുട്ട് ഇല്ല, ഇൻപുട്ട് മാത്രമേ ഉള്ളൂങ്കിലോ? അത് അടുത്ത എക്സാമ്പിൾ വരുന്നുണ്ട് കേട്ടോ, അടുത്തിൽ നോക്കാം. ഓക്കെ, ഇതിപ്പോ ക്ലിയർ അല്ലേ? ഓക്കെ സർ, ക്ലിയർ ആണ്. ഓക്കെ, എങ്കിൽ നമുക്ക് അടുത്ത് നോക്കിയാലോ. അടുത്ത് നോക്കിയ ഇവിടെ എമൗണ്ട് മാറ്റിക്കോ. IGST ഔട്ട്പുട്ട് എമൗണ്ട് സെയിം 1000. CGST ഔട്ട്പുട്ട് എമൗണ്ട് സെയിം 500. SGST ഔട്ട്പുട്ട് എമൗണ്ടും 500. ക്ലിയർ? IGSTയിൽ ഇൻപുട്ട് എമൗണ്ട് ഒരു 1200 കൊടുത്തോ. 1200 ഇൻപുട്ട് കൂട്ടി. CGST ഇൻപുട്ട് ഒരു എത്ര? 400 സെയിം. SGST ഇൻപുട്ട് 400 സെയിം. ക്ലിയർ? ഇതാണ് സ്റ്റാറ്റസ്. ക്ലിയർ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? സെറ്റ് ഓഫ് ചെയ്യാലോ. ആദ്യം IGST ഔട്ട്പുട്ട് അല്ലേ, 1000 രൂപ അല്ലേ? IGST ഇൻപുട്ട് എത്രയുണ്ട്? 1200 ഉണ്ട്. നമുക്ക് അത് മൊത്തം ആവശ്യമുണ്ടോ? 1000 മാത്രമേ ആവശ്യമുള്ളൂ. 1000 ക്ലെയിം എടുക്കാലോ അല്ലെ? ഇവിടുന്ന് 1000 രൂപ ക്ലെയിം എടുത്തു. അപ്പൊ അങ്ങനെ IGST ഔട്ട്പുട്ട് എന്തായി മാറി? 0. ബാക്കി IGST ഇൻപുട്ട് എത്രയുണ്ട്? 200 രൂപയുണ്ട്. ക്ലിയർ? ഓക്കെ, അപ്പോ IGST ഇൻപുട്ട് ബാക്കി എത്രയുണ്ട്? 200 രൂപ എക്സസ് ഇൻപുട്ട് IGSTയിലുണ്ട്. ഇനി അടുത്ത് സെറ്റ് ഓഫ് ഫണ്ട് ലയബിലിറ്റി ചെയ്ത CGST then SGST. ഇവർക്ക് രണ്ടുപേർക്കും ഇപ്പൊ നേരെ പോയിട്ട് സ്വന്തം ഇൻപുട്ട് എടുക്കാൻ പറ്റുമോ? എടുക്കാൻ സാധിക്കത്തില്ല അല്ലെ? എന്തുകൊണ്ടാ? IGSTയിൽ ഇൻപുട്ട് നിൽക്കുമ്പോൾ ഇവർക്ക് സ്വന്തം ഇൻപുട്ട് തൊടാൻ പോലും അവകാശമില്ല. ക്ലിയർ? സോ നെക്സ്റ്റ് CGST ഔട്ട്പുട്ട് 500 രൂപ സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി ആദ്യം ക്ലെയിം ചെയ്യേണ്ടത് എവിടെന്നാ? IGST ഇൻപുട്ട് ആണ് അല്ലെ? രണ്ടാമത് ക്ലെയിം ചെയ്യേണ്ടത് CGST ഇൻപുട്ട് ആണ്. അതല്ലേ ലോജിക്ക്? ഓക്കെ, അതുപോലെ അല്ലേ SGSTക്കും ആദ്യം ക്ലെയിം ചെയ്യേണ്ടത് IGST ആണ്, രണ്ടാമത് SGST ആണ്. ക്ലിയർ? അപ്പോ കോമൺ ആയി പറഞ്ഞാൽ ഈ CGST ഔട്ട്പുട്ടിനും SGST ഔട്ട്പുട്ടിനും ഒരുപോലെ അവകാശമുണ്ട് IGST ഇൻപുട്ട് ക്ലെയിം എടുക്കാൻ. ശരിയല്ലേ? ആണ്. അപ്പോ റൂള് പറയുന്നുണ്ട് എന്താണ്? എക്സസ് ആയി വന്ന IGSTയിലെ ഇൻപുട്ടായ ഈ 200 രൂപ CGST ഔട്ട്പുട്ടിനും SGST ഔട്ട്പുട്ടിനും എങ്ങനെ വേണോ ക്ലെയിം എടുക്കാം. ഇൻ എനി ഓർഡർ ഓർ എനി മാനർ, തോന്നും പോലെ ക്ലെയിം എടുക്കാം. വേണമെങ്കിൽ CGST ഔട്ട്പുട്ട് എന്ത് ചെയ്യാം? ഈ IGST 200 മൊത്തം ക്ലെയിം എടുക്കാം, ഒന്നും ഇവന് കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഒരു 100 രൂപ CGST എടുത്തിട്ട് ബാക്കി 100 രൂപ എന്ത് ചെയ്യാം? SGST കൊടുക്കാം. ക്ലിയർ? അത് ആ ഒരു ബിസിനസ്സുകാരന്റെ ആ സമയത്ത് എങ്ങനെ തോന്നുന്നു അതുപോലെ ചെയ്യാം. ക്ലിയർ? ഓക്കെ, ഇൻ കേസ് നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഇവിടെ നമുക്ക് 200 രൂപ ഇല്ലേ ഇൻപുട്ട് IGST, അത് 100 രൂപ നമുക്ക് എന്ത് ചെയ്യാം? CGST എടുക്കട്ടെ, 100 രൂപ SGST കൊടുക്കുക അല്ലെ? അങ്ങനെ ചെയ്ത് നോക്കാം നമുക്ക്. അങ്ങനെയാകുമ്പോ ഇവിടെ എന്തായി മാറി? 100 എടുത്തു 400 ആയി അല്ലെ? ഇവിടെ എന്തായി മാറി? 100 എടുത്തു 400 ആയല്ലോ. IGST എന്തായി? ഇൻപുട്ട് 0. ഇങ്ങനെ എത്തും അല്ലെ? ഇവിടെ ഇതുപോലെ വരും. ഇനി എന്താ? CGST ഔട്ട്പുട്ട് 400, ഇൻപുട്ട് 400 ഉണ്ട്, 0 ആയി പോകും അല്ലെ? ശരിയല്ലേ? 0 ആയി പോകും. 0, ഇതും 0, 0, ഇതും 0. ശരിയല്ലേ? ഇത് എന്തുകൊണ്ട് ഇങ്ങനെയായി? നമ്മൾ ആ 200 രൂപയിൽ 100 CGST എടുത്തു, 100 SGST എടുത്തു, അതുകൊണ്ട് എല്ലാം 0 ആയി മാറി അല്ലെ? ഇൻ കേസ് ഞാൻ ഒന്നും കൂടെ അതിലേക്ക് പോകുന്നു. ഇവിടുന്ന് ഇനി എനി ഓർഡർ ഓർ എനി മാനർ അല്ലേ? ഞാൻ എന്ത് ചെയ്തു? ഈ IGST 200 മൊത്തം CGST കൊടുത്തു. ക്ലിയർ? SGST ഒന്നും കൊടുക്കുന്നില്ല. സങ്കല്പിക്കുക, അങ്ങനെ ചെയ്ത് നോക്കിയേ. ഇതാ 200 രൂപ മൊത്തം CGST എടുത്തേ. അപ്പൊ എത്ര വരും ഇവിടെ?
ഇവിടെ 200 രൂപ വന്നു. ഇവിടെ എന്തായി? 0 ആയി. ക്ലിയർ? ഇനി CGST 200 ലയബിലിറ്റി ഉണ്ട് അല്ലേ? ഇതാ ഇവിടെ നിന്ന് 400 ഇൻപുട്ട് ഉണ്ടല്ലേ? അത് 200 മതിയല്ലോ. 200 എടുത്തു. ബാക്കി ഇവിടെ എത്രയുണ്ട്? ബാക്കി ഇവിടെ ലയബിലിറ്റി 0 ആയി. CGST ഔട്ട്പുട്ട് ഇൻപുട്ട് എത്രയുണ്ട്? ഇൻപുട്ട് CGST ബാക്കി 200 ഉണ്ട്. ശരിയല്ലേ? ക്ലിയർ? ഇവിടെ നമുക്ക് 400 അല്ല, ഇവിടെ 400 അല്ലല്ലോ, ഇവിടെ 500 അല്ലേ? അല്ല, ഒറ്റ മിനിറ്റ്, ചെറിയ മാറ്റമുണ്ട്. ഇവിടെ 500 ആണ്, ഇവിടെ 200 അല്ലേ? ഓക്കെ, 400 200 ഇതാണ് സ്റ്റാറ്റസ്. എമൗണ്ട് മാറിപ്പോയതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് സ്റ്റാറ്റസ് എങ്കിൽ ഈ 200 രൂപ മൊത്തം ഞാൻ CGST കൊടുത്തു. ബാക്കി എത്രയുണ്ട് ഇവിടെ? ബാക്കി 300 ഉണ്ട് അല്ലേ? 300 രൂപ ലൈബിലിറ്റി ഉണ്ട് CGST-യില്. ക്ലിയർ അല്ലേ? IGST ഇൻപുട്ട് 0. ക്ലിയർ? ഇനി അടുത്ത് CGST 300 ഔട്ട്പുട്ട്, CGST ഇൻപുട്ട് 400 ഉണ്ട് അല്ലേ? അതിൽ നിന്ന് 300 ക്ലെയിം എടുക്കാമല്ലോ. അപ്പൊ എന്താവും? CGST ഔട്ട്പുട്ട് 0, CGST ഇൻപുട്ടോ 100 രൂപ ബാക്കിയുണ്ട് അല്ലേ? അല്ലേ? ശരി. അടുത്ത് SGST ഔട്ട്പുട്ട് 500, ഇൻപുട്ട് വേറെ IGST ഇൻപുട്ട് ഇല്ല, ഉണ്ടായിരുന്ന മൊത്തം CGST എടുത്തു. ക്ലിയർ? ബാക്കി SGST-യിൽ ഇൻപുട്ട് 400 ഉണ്ട് അല്ലേ? അത് ക്ലെയിം എടുക്കാലോ. ബാക്കി 100 രൂപ പേയബിൾ, SGST ഇൻപുട്ട് 0. കണ്ടോ ഇവിടുത്തെ മിസ്റ്റേക്ക് എന്താ? ഇത് മിസ്റ്റേക്ക് ആണ്. ഇങ്ങനെ ചെയ്യാൻ ഇനി എനി ഓർഡർ ഓർ എനി മാനർ ആണ് എങ്കിലും ഇവിടെ ചെറിയ പ്രശ്നമുണ്ട്. എന്താ? നമുക്ക് ഈ മാസം ക്യാഷ് ആയിട്ട് ഈ 100 രൂപ അടയ്ക്കണം. നമുക്കിവിടെ CGST-യിൽ 100 രൂപ ഇൻപുട്ട് കിടന്നിട്ടും അത് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? CGST-ക്ക് SGST അങ്ങോട്ടും ക്ലെയിം ചെയ്യാൻ പാടില്ലല്ലോ അല്ലെ? ഇവിടെ CGST-യിൽ അനാവശ്യമായിട്ട് ഒരു ആവശ്യവുമില്ല, അനാവശ്യമായിട്ട് 100 രൂപ ഇൻപുട്ട് കിടപ്പുണ്ട് അവിടെ. ക്ലിയർ? എടുക്കാൻ സാധിക്കുമോ? സാധിക്കില്ല. അത് എടുക്കാൻ സാധിക്കാതെ SGST ഈ 100 രൂപ ക്യാഷ് ആയിട്ട് അടയ്ക്കേണ്ട അവസ്ഥ ആ ബിസിനസ്സുകാരന് ആ സമയത്ത് വരുന്നു. ക്ലിയർ? അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി ക്യാഷിന്റെ ഔട്ട്ഫ്ലോ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലായി? മിനിമം, അതായത് ക്യാഷിന്റെ ഔട്ട്ഫ്ലോ കുറയ്ക്കണം. ഇവിടെ ഔട്ട്ഫ്ലോ നമുക്ക് ശ്രമിച്ചിരുന്നെങ്കിൽ ഇവിടെ ഔട്ട്ഫ്ലോ ഉണ്ടാവുമായിരുന്നില്ല. ശരിയല്ലേ? നമ്മളൊന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ, നമ്മൾ ശരിയായിട്ട് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ ആ കച്ചവടക്കാരന് ആ മാസം ക്യാഷ് ആയിട്ട് അടയ്ക്കേണ്ടി വരില്ലായിരുന്നു. ശരിയല്ലേ? നേരത്തെ ചെയ്ത പോലെ IGST-യിൽ ഉണ്ടായിരുന്ന ആ 200 രൂപ ഇൻപുട്ടിൽ 100 രൂപ CGST-യും എടുത്തു, 100 രൂപ SGST-ക്കും കൊടുത്തിരുന്നുവെങ്കിൽ, അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോ എല്ലാം 0 ആയി പോയേനെ. ക്ലിയർ അല്ലേ? അതാണ് പ്രത്യേകത. അപ്പൊ ആ എക്സസ് വന്ന IGST ഇൻപുട്ട് CGST ഔട്ട്പുട്ടിനും SGST ഔട്ട്പുട്ടിനും തോന്നും പോലെ ക്ലെയിം എടുക്കാമെന്ന് റൂളിൽ ഉണ്ടെങ്കിലും നമ്മൾ നോക്കണം. ക്ലിയർ? എങ്ങനെ എടുത്താലാണ് ആ ട്രേഡർക്ക്, ആ ബിസിനസ്സുകാരൻ ആ സമയത്ത് ക്യാഷ് ആയിട്ട് അടയ്ക്കേണ്ടതില്ല എന്നൊരു സാഹചര്യം വരുന്നേ. അങ്ങനെ ക്ലെയിം എടുക്കാൻ ശ്രമിക്കുക, ആദ്യം ചെയ്ത പോലെ. ക്ലിയർ? ഓക്കെ, ഇതിൽ സംശയമുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ, ഇതാണ് നമ്മുടെ സെറ്റ് ഓഫ് ചെയ്യുന്ന റൂൾ എന്ന് പറയുമ്പോൾ. പിന്നെ ശ്രദ്ധിക്കേണ്ട, ഇത് എന്റെ സെറ്റ് ഓഫ് ആണ്. ഇതൊക്കെ നമുക്ക് ഇത് നമ്മൾ മാനുവലി ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതൊക്കെ ഓട്ടോമാറ്റിക് സിസ്റ്റം ചെയ്യും. GST 3B എന്നൊരു ഫോം ഉണ്ട് നമുക്ക് ഫയൽ ചെയ്യാനായിട്ട്, മന്ത്ലി ചെയ്യേണ്ടത്. ആ ഫോമിൽ ഇതൊക്കെ ഓട്ടോമാറ്റിക് നടക്കും കേട്ടോ. നമ്മൾ കൃത്യമായിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ അവകാശമുള്ള ഇൻപുട്ട് ഒക്കെ ആ ഫോമിൽ കാണിക്കുക, ഓട്ടോമാറ്റിക് ആയിട്ട് സെറ്റ് ഓഫ് നടക്കും കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് ആ ഒരു മാസം പർച്ചേസ് നടത്തുമ്പോ സപ്ലയറിന് ടാക്സ് കൊടുക്കുന്നു, ഇൻപുട്ട് ടാക്സ്. അത് ഇൻപുട്ട് ആണെന്ന് കരുതിയിട്ട് ചാടിക്കേറി ക്ലെയിം ചെയ്യാൻ അങ്ങനൊന്നും പറ്റില്ല. അത് കൃത്യമായിട്ട് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ക്ലിയർ? കൃത്യമായിട്ട് കണ്ടീഷൻസ് ഒക്കെ അതിനുണ്ട്. അതായത് പ്രോപ്പറായ ബില്ല് നമ്മളിൽ ഉണ്ടാവണം. നമ്മൾ പർച്ചേസ് നടത്തിയ പർച്ചേസ് ഇൻവോയ്സ്, ടാക്സ് കാണിക്കുന്ന പർച്ചേസ് ബില്ല് നമ്മളിൽ ഉണ്ടാവണം. ക്ലിയർ? അതുപോലെ തന്നെ എന്താ, നമ്മൾ സപ്ലയറിന് ടാക്സ് കൊടുത്തു, ആ സപ്ലയർ ഗവൺമെന്റിന് അത് അടയ്ക്കണം, അല്ലെങ്കിൽ നമുക്ക് ക്ലെയിം കിട്ടത്തില്ല. ക്ലിയർ? അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ നോക്കാനുണ്ട്.
ക്ലിയർ? ഓക്കെ. അപ്പൊ നമുക്ക് ഇതാണ് നമ്മളൊരു സ്ട്രക്ചർ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം. ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യാം. നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം, ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഓക്കെ, ക്ലിയർ? ഓക്കെ, താങ്ക് യു സർ. ഓക്കെ ഓക്കെ, ശരി. നെക്സ്റ്റ് ക്ലാസ് എപ്പോ സർ? ഗ്രൂപ്പിൽ ഇൻഫോം ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ സർ. ശരി, ഓക്കെ.